welcome back to 3ds Max 2022 Beginners Tutorial by Cumetron Academy. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എഡ്ജ് പോളിന്റെ സബ്സെറ്റിൽ നമ്മൾ കണ്ട വെർട്ടിസസും എഡ്ജും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അതിന്റെ കൂടെ കിട്ടാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം ഇപ്പോൾ നമുക്കൊരു ബേസിക് ബോക്സ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഞാനൊരു ബേസിക് ബോക്സ് എടുത്തു. ഇതിന്റെ വെർട്ടെക്സ് കൗണ്ട് ഞാൻ ഒരു 5 വെക്കുക. ഇപ്പത്തേക്ക് സെഗ്മെന്റ് കൗണ്ട് 5 വെക്കുക. എന്നിട്ട് ഞാൻ ഇതിനെ എഡിറ്റ് പോളിലോട്ട് കൺവേർട്ട് ചെയ്തു. അതായത് നമ്മൾ സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് കൺവേർട്ട് ടു ഓപ്ഷനിൽ പോയ എഡിറ്റബിൾ പോളിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ വെർട്ടെക്സ് എടുത്താൽ നമുക്ക് വെർട്ടെക്സ് മോഡ് ഞാനൊരു വേറെ കളർ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് വെർട്ടെക്സ് മോഡ് കാണാൻ പറ്റും. ബൈ ദ വേ, നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ ചില കളർ ഇടുമ്പോഴേക്കും നമുക്ക് അതിന്റെ ലൂപ്പ് കാണാൻ പറ്റത്തില്ല. കണ്ട, ഇതിൽ നമുക്ക് ആ ലൂപ്പ് നമ്മൾ മോഡൽ സെലക്ട് ചെയ്യാണ്ട് നമുക്ക് ഇതിന്റെ ലൈൻസ് ഒന്നും അങ്ങനെ ക്ലിയർ ആവണില്ല. അപ്പൊ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡിസ്പ്ലേയിലോട്ട് പോകണം. അതായത് 4ാമത്തെ ഓപ്ഷൻ, കമാൻഡ് പാനലിൽ 4ാമത്തെ ഓപ്ഷൻ, 5ാമത്തെ ഓപ്ഷൻ ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ വയർ ഫ്രെയിം ഡിസ്പ്ലേ ഒബ്ജക്ട് കളർ അല്ലെങ്കിൽ മെറ്റീരിയൽ കളർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ മെറ്റീരിയൽ കളർ ആക്കുമ്പോഴേക്കും നമുക്കത് ബ്ലാക്ക് കളറാണ് കാണുന്നത്. അപ്പൊ നമുക്ക് വിത്തൗട്ട് സെലക്ഷൻ തന്നെ നമുക്ക് ഈ മോഡലിന്റെ നിങ്ങൾക്ക് വയർ ഫ്രെയിം കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് പോവാന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കളർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ബ്ലാക്കിൽ നമുക്ക് ആ വയർ ഫ്രെയിം കാണും. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ആവും. അപ്പൊ ഇത് കൂടുതലും യൂസ്ഫുൾ ആവുന്നത് നമ്മളൊരു മോഡലിന്റെ വയർ ഫ്രെയിം ഇങ്ങനെ സ്ക്രീൻഷോട്ട് വല്ലതും എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗിസ്മോ വരത്തിന്റെ ഇടയിൽ സ്ക്രീൻഷോട്ടിന്റെ, അപ്പൊ അതിന്റെ പകരം ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അപ്പൊ അതിനൊക്കെ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ നമുക്ക് ഒബ്ജക്റ്റിന്റെ ഷെയ്ഡ് മാറ്റാൻ പറ്റും. മെറ്റീരിയൽ കളർ ഓർ ഒബ്ജക്ട് കളർ, ഇതിപ്പോ ഡീഫോൾട്ട് മെറ്റീരിയൽ കളർ ഒബ്ജക്ട് കളർ സെയിം തന്നെയാണ്. നമ്മളിപ്പോ ഇതിൽ മെറ്റീരിയൽ ഇട്ടാൽ ഇതിൽ അത് മാറത്തില്ല. ഇതിൽ മെറ്റീരിയൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ആ മെറ്റീരിയൽ കളറും കൂടി വിരിപ്പിടാം. അപ്പൊ മെറ്റീരിയൽ കളർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ബേസിക് കളറിലൊക്കെയാണ് ഇതിന്റെ ഷാഡോ പോകും. ഓക്കെ, സോ ഞാനിപ്പോ ഇത് മെറ്റീരിയൽ കളറിലോട്ട് ഇടുക, വയർ ഫ്രെയിം മോഡ്. ഓക്കെ, എന്നിട്ട് വെർട്ടെക്സ് മോഡ് എടുത്താൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സോഫ്റ്റ് സെലക്ഷൻ വരുന്നുണ്ട്, എഡിറ്റ് വെർട്ടിസസ് വരുന്നുണ്ട്. ഞാൻ ഇത് കുറച്ചും കൂടി ഒന്ന് ഡ്രാഗ് ചെയ്ത് കാണുന്ന രീതി പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് എത്ര ഡ്രാഗ് ചെയ്യുന്നു അത്ര ഇത് ഓപ്ഷൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ട്. പക്ഷെ നമ്മളെ മെയിൻ വർക്ക് സ്പേസ് ചെറുതായിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പൊതുവെ വർക്ക് ചെയ്യുമ്പോൾ ഡബിൾ പാനലാണ് വെക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് ഓപ്ഷൻസ് കാണാൻ വേണ്ടി ട്രിപ്പിൾ ആക്കി വെക്കും. ഓക്കെ, സോ ഇതിൽ നമുക്ക് സോഫ്റ്റ് സെലക്ഷൻ ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് വെർട്ടിസസ്, എഡിറ്റ് ജോമെട്രി, അതുപോലെ തന്നെ വെർട്ടെക്സ് പ്രോപ്പർട്ടീസ്, പിന്നെ സബ്ഡിവിഷൻ സർഫേസ്, പിന്നെ പെയിന്റ് ഡിഫോർമേഷൻ, സബ്ഡിവിഷൻ. ഇതിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്, കോമൺ ആയിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ പാനൽ, സോഫ്റ്റ് സെലക്ഷൻ പാനൽ, പിന്നെ എഡിറ്റ് വെർട്ടിസസ് പാനൽ, എഡിറ്റ് ജോമെട്രി. ബാക്കി നമ്മൾ വെർട്ടെക്സ് മോഡിൽ യൂസ് ചെയ്യത്തില്ല, നമുക്ക് അത്ര വരുന്നില്ല. അപ്പൊ നമ്മൾ ഇത് 4 വെച്ചിട്ട് ഞാൻ ഇത് 4 ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ്. അപ്പൊ ആദ്യം നമുക്ക് സെലക്ഷൻ പാനലിലോട്ട് വരാം. ബാക്ക് ടു അപ്പൊ സെലക്ഷൻ പാനലിൽ നമുക്ക് ഇവിടെ കുറച്ച് ഐക്കോൺസ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ മൗസ് ഹവർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കാണിക്കുന്നത് എഡ്ജ്, ബോർഡർ, പോളിഗൺ, എലിമെന്റ് സെയിം. ഇത് കാണിക്കുന്നത് തന്നെ നമുക്ക് സെലക്ഷൻ മോഡിൽ ഇവിടെ കാണുന്നുണ്ട്. ബട്ട് രണ്ടിലും ഒരു വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ വെർട്ടെക്സ് മോഡ് അല്ലാണ്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് വെർട്ടെക്സ് മോഡ് പോകും. അതൊരു കോമൺ ഫാക്ടർ ഉണ്ട്. അതല്ലാണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ മൾട്ടിപ്പിൾ വെർട്ടിസസ് സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ കൺട്രോള് ഹോൾഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ വെർട്ടിസസ് സെലക്ട് ചെയ്തു. അപ്പൊ ഇനി എനിക്ക് ഈ സെലക്ട് ചെയ്ത സാധനം എഡ്ജിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഞാൻ എഡ്ജിലോട്ട് ഈ സെലക്ഷൻ എനിക്ക് മാറ്റണമെങ്കിൽ
ഈ സെയിം ഏരിയ മാറ്റണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക, ഞാനിവിടെ എഡ്ജ് ക്ലിക്ക് ചെയ്താൽ ഒന്നും വരത്തില്ല, ഹൈലൈറ്റ് ആവുന്നില്ല. ഞാൻ ഇതിൽ മാനുവലി സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ അതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെർട്ടിസസ് മോഡിൽ പോയിട്ട് നമുക്ക് അതിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഐക്കൺ അമർത്തിയാൽ മതി. അപ്പൊ നമ്മൾ ഈ ഐക്കൺ അമർത്തുമ്പോൾ ഈ സെലക്ഷൻ വന്നിട്ടുള്ളത് എഡ്ജ് മോഡിൽ ഇത് റിലേറ്റഡ് ആയിട്ട് സെലക്ഷൻ എല്ലാം സെലക്ട് ആവും. അപ്പൊ ഞാനിപ്പോ എഡ്ജ് മോഡിൽ പോയാൽ കണ്ടോ, ആ വെർട്ടിസസിൽ കണക്ട് ആവുന്ന എല്ലാ ആംഗിളിലും പോകുന്ന എഡ്ജ് സെലക്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെലക്ഷൻ തന്നെ കൺട്രോൾ ഹോൾഡ് ചെയ്ത് പോളിഗൺ മോഡിൽ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ ആ വെർട്ടിസസ് വരുന്ന എല്ലാ പോളിഗൺസും സെലക്ട് ആവും. നിങ്ങൾക്ക് ചില സമയത്ത് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോ മൾട്ടിപ്പിൾ പോളിഗൺസ് സെലക്ട് ചെയ്തിട്ട് അതിനെനിക്ക് വെർട്ടിസസിലോട്ട് കൺവേർട്ട് കിട്ടും. ഈ പോളിഗൺസിന്റെ എല്ലാ വെർട്ടിസസും ആണ് എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് വെർട്ടെക്സ് മോഡിലോട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു പോളിഗൺസ് കിട്ടി. അതാകുമ്പോൾ ഇതിന്റെ യൂസ് എങ്ങനെയാ വരുന്നത് വെച്ചാൽ നമുക്കിപ്പോ ഇത്തിരി ഏരിയന്റെ വെർട്ടിസസ് സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഡ്രാഗ് സെലക്ട് ചെയ്യണം, അല്ലാണ്ട് മാനുവലി സെലക്ട് ചെയ്യേണ്ട പകരം ജസ്റ്റ് പോളിഗൺ മോഡിൽ ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക, വെർട്ടെക്സ് മോഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അതിലോട്ട് കിട്ടും. അപ്പൊ ഈ കൺവേർട്ട് ചെയ്യുന്നത് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യണം, അത്രയും. അപ്പൊ അതാണ് ഈ സെലക്ഷൻ മോഡിന്റെ ഈ ഐക്കോൺസിന്റെ വ്യത്യാസം. ഇത് വെച്ച് നോക്കുക. ബാക്കി എല്ലാം സെയിം ആണ്, ബാക്കി കോമൺ ആണ്. ആകെ എല്ലാ വ്യത്യാസം ഇതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇവിടെ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇത് പിൻ സ്റ്റാക്ക്, പിന്നെ ഷോ എഡിറ്റ് എൻഡ് റിസൾട്ട്, അതുപോലെ തന്നെ റിമൂവ് മോഡിഫയർ ഫ്രം സ്റ്റാക്ക്, അതുപോലെ കോൺഫിഗർ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഞാനിപ്പോ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ കഴിഞ്ഞ ചാപ്റ്ററിൽ ട്വിസ്റ്റ് മോഡിഫയർ കാണിച്ചു തന്നായിരുന്നു, ട്വിസ്റ്റ് മോഡിഫയർ. അപ്പൊ ഞാൻ ഇതിൽ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ ഇത് എഡിറ്റബിൾ പോളിലോട്ട് പോകുമ്പോഴേക്കും എനിക്ക് ഇതിന്റെ ആ ട്വിസ്റ്റിലെ റിസൾട്ട് കാണുന്നില്ല. കാരണം ആ നമ്മുടെ സെലക്ഷന്റെ മുകളിലത്തെ ലെയറിന്റെ ട്വിസ്റ്റ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത് എങ്ങനെ കടത്തുന്നുണ്ട് കാണണമെങ്കിൽ നമുക്ക് ഈ ഷോ എൻഡ് റിസൾട്ട് ഓൺ ഓഫ് ടോഗിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ വ്യൂവിൽ തന്നെ, അതായത് ഈ എഡിറ്റബിൾ പോളി വ്യൂവിൽ തന്നെ നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാൻ പറ്റും. ഇത് കൂടുതലും നമുക്ക് വരുന്നത് ഈ ടർബോ സ്മൂത്ത് അടിച്ച് എങ്ങനെയാണ് നമുക്ക് ഫീല് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എല്ലാ വട്ടവും ടർബോ സ്മൂത്ത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ താഴത്തെ മോഡിൽ പോയിട്ട് നമുക്ക് ടർബോ സ്മൂത്ത് ഇങ്ങനെ ഓൺ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു എൻഡ് റിസൾട്ട് കിട്ടാൻ വേണ്ടി. ഓക്കെ, അടുത്തത് വരുന്നത് റിമൂവ് മോഡിഫയർ ഫ്രം സ്റ്റാക്ക്. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ മോഡിഫയറിനെ ട്വിസ്റ്റിനെ കളയാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഡിലീറ്റ് ആണ് ചെയ്തത്. അതിന്റെ പകരം നമുക്ക് ഇവിടെ തന്നെ ഇത് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആവും, അത്രയല്ലേ. നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഡിലീറ്റ് ചെയ്യേണ്ട പകരം നമുക്ക് ഈ ഡസ്റ്റ്ബിന്റെ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത് റിമൂവ് ആവും. അതുപോലെ തന്നെ കോൺഫിഗർ മോഡിഫിക്കേഷൻ സെറ്റ് എന്ന് വെച്ചാൽ നമുക്കിതില് എന്താന്ന് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഷോ ബട്ടൺസ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം, കണ്ടില്ലേ. അപ്പൊ ഈ ഓപ്ഷൻസ് എന്താന്ന് ചെയ്യുന്ന വെച്ചാൽ നമ്മള് കോമൺ ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന മോഡിഫയേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അതാണ് ഷോ ബട്ടൺസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ ഇത് കോൺഫിഗർ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഷോ ബട്ടൺസിൽ നമ്മൾ ഈ കോൺഫിഗർ മോഡിഫയർ സെറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു മോഡിഫയറിന്റെ ഒരു സംഭവം വരും. ഇതിന്റെ കൗണ്ട് നമുക്ക് കൂട്ടാം ഇത്ര വേണ്ടച്ച. അതുപോലെ തന്നെ ഇവിടെ എല്ലാ മോഡിഫയറിന്റെ ലിസ്റ്റ് ഉണ്ട്, അതായത് 3D Maxൽ വരുന്ന എല്ലാ മോഡിഫയറിന്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഏറ്റവും മുകളിൽ കോമൺ ആയിട്ട് വരുന്ന ചിലതുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, എനിക്കിപ്പോ എഡിറ്റ് പോളി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് പോളി ക്ലിക്ക് ചെയ്തിട്ട് എംടി സ്ലോട്ടിലോട്ട് ഡ്രാഗ് ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ എനിക്ക് ഈ സർഫേസ് സെലക്ട് വേണ്ട, അതിന്റെ പകരം ഞാൻ ബെൻഡ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നെങ്കിൽ ബെൻഡ് മോഡിഫയർ എടുത്തിട്ട് ഈ സർഫേസ് സെലക്ടിന്റെ അവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ അങ്ങനെ. അപ്പൊ അത് ചെയ്തിട്ട് ഞാൻ ഇത് ഓക്കെ അടിച്ചാൽ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എനിക്ക് എല്ലാ വട്ടം ഇവിടെ വന്ന് ഡ്രോപ്പ് ഡൗണിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് അത് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഈ ബട്ടൺസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് അപ്പൊ അത് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ വർക്ക് സ്പേസ് ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്, അപ്പൊ ഈ ഓപ്ഷൻ വേണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാം. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെറ്റ് ഉണ്ടെങ്കിൽ അതൊരു ലിസ്റ്റിൽ നമുക്ക് കാണിക്കും. ഓൾ സെറ്റ് ഇൻ വൺ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കും. ഇത്രയും.
പിന്നെ വരുന്നത്, ഞാൻ ഇപ്പത്തേക്ക് ഇത് ഓഫ് ചെയ്യാണ്. അപ്പൊ നമ്മൾ സെലക്ഷനിൽ ആദ്യത്തെ സെറ്റ് എന്താന്ന് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോ അടുത്തത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നേരെ ബാക്കിൽ വരുന്നത് സെലക്ട് ആവുന്നുണ്ട്. അപ്പൊ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഗ്നോർ ബാക്ക് ഫേസിങ് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ ഇനി സെലക്ട് ചെയ്ത ബാക്ക് സൈഡ് സെലക്ട് ആകത്തില്ല. അപ്പൊ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് നമ്മൾക്ക് 3ds Maxൽ തന്നേക്കുന്നത്. ഇപ്പൊ വീണ്ടും പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റിൽ ഒരു ആംഗിളിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഈ 3/4 ആംഗിളിൽ എനിക്ക് ഈ ഏരിയ മാത്രം വേണം. അപ്പൊ ഞാൻ ഈ ഏരിയ മാത്രം ഇങ്ങനെ ഡ്രാഗ് സെലക്ട് ചെയ്യുമ്പോഴേക്കും എന്താന്ന് വെച്ചാൽ ഈ സെലക്ഷന്റെ ഉള്ളിൽ ബാക്ക് സൈഡിൽ എന്തൊക്കെ വെർട്ടിസസ് വേണം അത് എല്ലാം സെലക്ട് ആവും. സോറി, വീണ്ടും ചെയ്യാം. ആ ഓപ്ഷൻ ഓൺ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാനിവിടെ വീണ്ടും ചെയ്യാം. ഇങ്ങനെ ഞാൻ സെലക്ട് ചെയ്താൽ അതിൽ ആ സെലക്ഷനുള്ളിൽ വരുന്ന എല്ലാ വെർട്ടിസസും സെലക്ട് ആവും. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ബാക്ക് ഫേസിങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇത് ഓണാക്കി നമ്മൾ സെലക്ട് ചെയ്ത നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന സാധനം മാത്രമേ സെലക്ട് ആകത്തുള്ളൂ, വേറെ ഒന്നും സെലക്ട് ആകത്തില്ല. അപ്പൊ അത് നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടുത്തൊരു ടൂളാണ്. പിന്നെ വരുന്നത് ഗ്രോവും ഷ്രിങ്കും. ഈ ബൈ ആംഗിൾ നമുക്ക് ഇപ്പൊ ആക്റ്റീവ് അല്ല, ഇത് വേറെ മോഡിലാണ് ഈ സംഭവം ആക്റ്റീവ് ആവുന്നത്. സോ നമുക്ക് ഷ്രിങ്കും ഗ്രോ എന്നാണ് നോക്കുക. ജസ്റ്റ് ആ നെയിം സജസ്റ്റ് ചെയ്യുന്നത് തന്നെ. ഞാനിപ്പോ ഇവിടെ 4 വെർട്ടിസസ് സെലക്ട് ചെയ്തു. എനിക്ക് ഇനി അടുത്തത് ഈ റോ ഓഫ് വെർട്ടിസസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ മാനുവലി സെലക്ട് ചെയ്യേണ്ട പകരം ഞാൻ ഒരു വട്ടം ഗ്രോ അടിച്ചാൽ മതി. അപ്പൊ അത് ആയിട്ടില്ല, അതായത് ആ ആംഗിളിൽ വരുന്ന എല്ലാം ഗ്രോ ആയിട്ട് പോകും. അപ്പൊ ഈ ഗ്രോവും അതുപോലെ ഷ്രിങ്ക് ചെയ്ത ബാക്ക് ടു അത് ചെറുതാവും. അത്രയും ഇതിന്റെ സംഭവം. ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോളിഗണിലാണ്. അതാകുമ്പോൾ എനിക്ക് ഒരു പോളിഗൺ സെലക്ട് ചെയ്ത് ഗ്രോ അടിച്ച് വെക്കാം. ഫുൾ സെലക്ട് ചെയ്യണം, ആ ഒരു സൈഡ് ഫുൾ സെലക്ട് ചെയ്യണം. ഗ്രോ ആൻഡ് ഷ്രിങ്ക് വെച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ, അതായത് മോഡിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്താൽ ഒബ്ജക്റ്റില് നിങ്ങൾക്ക് ഗ്രാജുവലി ആണ് ആ ഷേപ്പ് വരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ അനക്കിയിട്ട് പിന്നെ ഷ്രിങ്ക് ചെയ്ത് വീണ്ടും ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അവിടെയാണ് ഈ ഗ്രോ ആൻഡ് ഷ്രിങ്ക് വരുന്നത്. അടുത്തത് റിംഗ് ആൻഡ് ലൂപ്പ്. ഇത് ഹൈലൈറ്റഡ് അല്ല, ഇത് വെർട്ടെക്സ് മോഡിൽ ഹൈലൈറ്റഡ് അല്ല, ഇത് നമുക്ക് വേറെ ഓപ്ഷനിലാണ് സെറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ വെർട്ടെക്സ് മോഡിൽ നമ്മൾ സെലക്ഷൻ പാനൽ കണ്ടു. അപ്പൊ സോഫ്റ്റ് സെലക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് ഓൺ ആക്കിയാൽ ഒരു റെയിൻബോ എഫക്റ്റ് ഒരെണ്ണം വന്നില്ലേ. അപ്പൊ എന്താന്ന് വെച്ചാൽ അത് ഇതിന്റെ സ്ട്രെങ്ത് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫ്ലാറ്റ് ക്ലോത്ത് അത് നമ്മൾ അതിനെ സെന്ററിൽ ഇങ്ങനെ പിൻ ചെയ്ത് എടുക്കുമ്പോൾ ഒരു ഷേപ്പ് ക്രിയേറ്റ് ആവത്തില്ല. അത് എക്സാക്ട്ലി അതുപോലെ തന്നെ ഫുള്ള് വരത്തില്ല. നമ്മൾ പിൻ ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പവർ ആയിരിക്കും, പിന്നെ ബാക്കി ഇങ്ങനെ ഫ്ലോട്ട് ആവത്തില്ലേ. ആ ഒരു സെയിം എഫക്റ്റ് ആണ് നമ്മൾ ഈ സോഫ്റ്റ് സെലക്ഷനിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സോഫ്റ്റ് സെലക്ഷൻ ഓൺ ആക്കിയാൽ നമുക്കിവിടെ എഡ്ജ് ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് എത്ര എഡ്ജ് തമ്മിലാണ് നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് മിക്ക ഓഫ് തന്നെ വെക്കാം, നമുക്ക് അത് അത്ര യൂസ് ആവുന്നില്ല. അഫക്റ്റ് ബാക്ക് ഫേസിങ്. അപ്പൊ ഇത് എന്താന്ന് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഈ ഫോളോ ഓഫ്, പിഞ്ച്, ബബിൾ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇതിന്റെ ഡെൻസിറ്റി കൂട്ടാൻ പറ്റും. അപ്പൊ റെഡിലെ ഏരിയ നമ്മൾ മൂവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പോകും. അതിൻ്റെക്കാളും കുറവ് സ്ട്രെങ്ത് ആയിരിക്കും യെല്ലോയിൽ വീഴുന്നത്, അതെക്കാളും കുറവ് സ്ട്രെങ്ത് ആയിരിക്കും ഗ്രീനിൽ വീഴുന്നത്. സിമിലർലി ബ്ലൂവും ലൈറ്റ് ബ്ലൂവും അങ്ങനെ അതൊരു സ്ട്രെങ്ത് കുറഞ്ഞു പോകും. ഇപ്പൊ ഞാൻ ഇത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇതിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഞാനിത് മൂവ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ആ ഒരു ഷേപ്പിലോട്ടാണ് അത് പോകുന്നത്. ഈ സെയിം സാധനം ഞാനിപ്പോ സോഫ്റ്റ് സെലക്ഷൻ ഇല്ലാണ്ട് ചെയ്ത ആ 4 വെർട്ടിസസ് മാത്രമേ മൂവ് ആവും. പക്ഷെ ഞാൻ സോഫ്റ്റ് സെലക്ഷൻ ഇട്ടുകൊണ്ട് എനിക്ക് എല്ലാം ഒരുമിച്ച് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഏരിയ എന്തെങ്കിലും വരുന്നുണ്ട്, അതായത് നമുക്ക് സ്മൂത്ത് ആയിട്ട് ആ സാധനം പോകണം, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ് സെലക്ഷൻ ഉപയോഗിക്കാം. ഇപ്പൊ ഈ വരുന്ന ഷേപ്പ് എന്താന്ന് വെച്ചാൽ ഈ ഷേപ്പാണ്, നമ്മൾ ഈ ഗ്രാഫിൽ കാണുന്ന ഷേപ്പില്ലേ, ആ ഷേപ്പാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇതിന്റെ സ്ട്രെങ്ത് എത്രയാ വേണ്ടി. അപ്പൊ ഫോളോ ഓഫ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഡിസ്റ്റൻസ് ആണ്, എത്ര ഡിസ്റ്റൻസ് വരെ ഇത് എഫക്ട് ചെയ്യണം, അതാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. പിഞ്ച് ചെയ്യുന്നത് ഇതിന്റെ അറ്റം എത്ര ഷാർപ്പ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇവിടെ നമുക്ക് അതിന്റെ എന്താണ് കളർ മാറുന്ന കാണാം.
അതിന്റെ ഇന്റൻസിറ്റി മാറുന്നതാണ്. അതുപോലെ തന്നെ ബബിൾ ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു എന്താണ് പിഞ്ച് ആൻഡ് ബബിൾ യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. സോ അങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഗ്രാജുവൽ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത്, അപ്പൊ ഈ സംഭവം എല്ലാം കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കർവി ഷേപ്പ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക്, അതായത് ഒരു സോഫ്റ്റ് സർഫേസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ലൈക്ക് ഒരു കുഷൻ ഒക്കെ നമ്മൾ മോഡൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സോഫ മോഡൽ ചെയ്യുമ്പോൾ അതിന്റെ സോഫ്റ്റ്നെസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ മാനുവലി ചെയ്യേണ്ട പോലെ ഇങ്ങനെ നമുക്ക് പിടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സോഫ്റ്റ് സെലക്ഷൻ. അപ്പൊ അത് ഞാൻ ക്ലോസ് ചെയ്തു. അടുത്ത് വരുന്നത് എഡിറ്റ് വെർട്ടിസസ്. എഡിറ്റ് വെർട്ടിസസിൽ നമുക്ക് കാണാം റിമൂവ്, ബ്രേക്ക്, എക്സ്ട്രൂഡ്, വെൽഡ്, ഷാംഫർ. അതുപോലെ ഇതൊക്കെ എന്നാ ചെയ്യുന്ന വെച്ചാൽ ഞാനിപ്പോ ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം. ആദ്യത്തേല് റിമൂവ് കൊടുത്താൽ നമ്മൾ അവിടുത്തെ വെർട്ടിസസ് റിമൂവ്. അപ്പൊ ഇതിപ്പോ ഒരു 5 സൈസാണ്. 1 2 3 4 5. അപ്പൊ ഇതൊരു എൻഗോൺ ആണ്. ഇപ്പൊ ഞാൻ പോളിഗണിൽ ഒന്ന് സെലക്ട് ചെയ്താൽ കണ്ടോ, ഈ ഒരു ഷേപ്പ് സെലക്ട് ആയി. പക്ഷെ ഇതിന്റെ ഷേപ്പ് അത്ര സെറ്റ് അല്ല. അപ്പൊ നമുക്ക് അങ്ങനെ വേണ്ട ഏരിയയിൽ നമുക്ക് വെർട്ടിസസ് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഞാനിത് ബ്രേക്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെർട്ടിസസ് സ്പ്ലിറ്റ് ആയിട്ട് രണ്ടായി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഷേപ്പ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ മാനുവലി ഷേപ്പ് ഇങ്ങനെ അസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ഇനി വേണ്ട എഫക്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ എന്താണ് ഒരു ബോക്സ് ഉണ്ടാക്കി, അപ്പൊ ബോക്സ് സെന്ററിൽ നിങ്ങൾ തുറക്കുന്നത് നിങ്ങൾക്കൊരു ഇതിനു വേണ്ടി ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു ബ്രേക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്തത് നമുക്ക് കാണാം എക്സ്ട്രൂഡ്. അപ്പൊ നമ്മൾ ഈ വെർട്ടിസസ് സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് കൊടുക്കുമ്പോഴേക്കും ആ ഒരു വെർട്ടിസസ് മാത്രം ഒരു എന്താ പറയുക എക്സ്ട്രാ ജോമെട്രി ക്രിയേറ്റ് ആയി. അവിടെ നമ്മൾ നോർമലി പുല്ല് ചെയ്യുമ്പോഴേക്കും എന്താവുന്നു, മൊത്തത്തിൽ ഇങ്ങനെ വലിയ ആ ഒരു ഡിസ്റ്റൻസിലെല്ലാം വരിക. പക്ഷെ നമ്മൾ എക്സ്ട്രൂഡ് കൊടുക്കുമ്പോഴേക്കും ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു പുതിയ ജോമെട്രി എമർജ് ആകും. അപ്പൊ നമുക്ക് ഇതിന്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ പറ്റും, എത്ര ദൂരെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഓക്കെ അടിയാം. ഇതല്ലാണ്ട് ഞാൻ ഈ എക്സ്ട്രൂഡിന്റെ സ്ഥലത്ത് പ്ലസ് അടിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ സെലക്ടഡ് ആയിട്ടുള്ള വെർട്ടിസസ് എല്ലാം വീണ്ടും എക്സ്ട്രൂഡ് ആവും. അത് വീണ്ടും പ്ലസ് അടിച്ചാൽ ആദ്യം എക്സ്ട്രൂഡ് ആവും. അപ്പൊ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എക്സ്ട്രൂഡ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒന്നിക്കൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഇതിന്റെ സെറ്റിംഗ്സ് ആണ്, എല്ലാത്തിന്റെ സെറ്റിംഗ്സ് ആണ് ഇതിന്റെ ഓപ്ഷന്റെ സൈഡിൽ കാണുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇട്ടിട്ട് ഒരു വട്ടം നമ്മൾ ഈ വാല്യൂ ഒക്കെ ഓക്കെ ആയി. എന്നിട്ട് നമുക്ക് ഈ എഫക്റ്റ് തന്നെ വീണ്ടും ഇവിടെ റാൻഡംലി നമുക്ക് ഈ സെയിം എക്സ്ട്രൂഡ് തന്നെ വേണമെങ്കിൽ അടുത്ത വട്ടം ചുമ്മാ എക്സ്ട്രൂഡ് ബട്ടൺ അമർത്താൻ പറ്റും. എന്നിട്ട് ഇത് വലിക്കുക. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്തത് വെൽഡ് ബേസിക്കലി നമ്മളെ സാധാരണ പ്രൊഡക്റ്റ് വിഷ്വലൈസേഷൻ കോഴ്സിലോ അല്ലെങ്കിൽ നോർമലി പ്രൊഡക്റ്റിൽ നമ്മൾ സാധാരണ മെക്കാനിക് വെൽഡ് ചെയ്യത്തില്ല, ആ സെയിം സംഭവം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ബ്രേക്ക് ആണ് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെ, ഈ വെർട്ടിസസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം എനിക്ക് ഒന്നായിട്ട് മാറ്റണം, ഒട്ടിക്കണം. അതിനാണ് ഞാൻ വെൽഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാനിപ്പോ വയർ ഫ്രെയിം മോഡിൽ പോകും. കാരണം ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ബാക്കിലത്തെ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള വെർട്ടിസസ് ഒന്നും സെലക്ട് ആകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇഗ്നോർ ബാക്ക് ഫില്ലിങ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഈ വെർട്ടിസസ് സെലക്ട് ചെയ്യും. അപ്പൊ ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഈ ബാക്ക് ഫില്ലിങ് നിങ്ങൾ ഓൺ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി വയർ ഫ്രെയിം മോഡിൽ വന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. പക്ഷെ ബാക്ക് ഫില്ലിങ് ചെയ്യുന്നത് നല്ലതാണ് ചില സിറ്റുവേഷനിലൊക്കെ. ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ഈ വെൽഡിന്റെ സെറ്റിംഗ്സിലോട്ട് വരും. വെൽഡിന്റെ സെറ്റിംഗ്സിലോട്ട് വരുമ്പോഴേക്കും ഇവിടെ 0.1 mm കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 155 ബിഫോർ 152 ആഫ്റ്റർ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 0.1 mm ഈ എല്ലാ വെർട്ടിസസും വെൽഡായി. അതുകൊണ്ടാണ് ബിഫോർ വെൽഡിങ് വെർട്ടെക്സ് കൗണ്ട് 155 ആയിരുന്നു. വെൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെർട്ടെക്സ് കൗണ്ട് കുറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ, ബാക്കി 3 വെർട്ടിസസ് വെൽഡായി. അപ്പം നമ്മൾ അത് ഓക്കെ ആയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോ ദൂരെയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു വെർട്ടിസസ് ദൂരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെലക്ട് ചെയ്തിട്ട് വെൽഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇപ്പോ 0.1 mm വർക്ക് ആയിട്ടില്ല.
അപ്പൊ ഞാൻ ഇതിന്റെ വാല്യൂ കൂട്ടുമ്പോഴേക്കും ഒരു ചെറിയ വാല്യൂല് അത് സ്നാപ്പ് ആവും. അതിന്റെ അർത്ഥം എന്താണ്? ആ വെൽഡ് അവിടെ ആയിട്ടുണ്ട്. നമുക്ക് ആ ഈ ബിഫോർ ആൻഡ് ആഫ്റ്ററിൽ മനസ്സിലാവും. എന്നിട്ട് ഓക്കെ അടിച്ചാൽ മതി, അപ്പോഴേക്കും സാധനം വെൽഡാവും. അപ്പൊ ഇതാണ് വെൽഡിന്റെ കേസ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഞാൻ കൂടുതൽ MMലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്. അതായത് നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് ചെറിയ വാല്യൂയിലൊക്കെയാണ് വെൽഡ് ആവുന്നത്. നമ്മളിപ്പോ നേരത്തെ കണ്ടപ്പോൾ 0.1 mmലാണ് വെൽഡ് ആയത്. അപ്പോ ഇതിന്റെ അടുത്ത് തന്നെ നമ്മൾ വേറൊരു എഡ്ജ് ലൂപ്പ് എന്നാണ് ഇട്ടായിരുന്നെങ്കിൽ ഈ വാല്യൂന്റെ കൂടെ തന്നെ ഇതും വെൽഡ് ആവും. ഫോർ എക്സാമ്പിൾ എനിക്ക് MMല് 0.1 mm വരെ പോവാം. 0.1 mm ഒരു സെന്റിമീറ്റർ പോലും അല്ല 0.1 mm. അപ്പൊ എനിക്ക് അത്രയും ചെറുതായിട്ട് പോവാം. പക്ഷെ ഞാൻ സെന്റിമീറ്ററിലോ ഇഞ്ചസിലോ ചെയ്യുമ്പോഴേക്കും എനിക്ക് ആ മൈന്യൂട്ട് ഡീറ്റെയിൽ പോകാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഇപ്പൊ കാണിക്കാന്ന്, ഞാൻ ഇവിടെ ഒരു ലൂപ്പ് ഇട്ടെന്ന് വിചാരിക്കാം. നമ്മൾ എന്തോ മോഡൽ ചെയ്യാന്ന്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ലൂപ്പ്. ഇനിയിപ്പോ ഞാൻ ഇത് വെൽഡ് ചെയ്യുമ്പോഴേക്കും ഓക്കെ, നിങ്ങൾ ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ എഫക്ട് വരുന്നുണ്ടെങ്കിൽ പെർസ്പെക്റ്റീവ് നിന്ന് മാറി ഓർത്തോഗ്രാഫിക് ആയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ഈ എന്താ പറയാ ആ ഒരു എഫക്ട് മാറി കിട്ടും. നിങ്ങൾക്ക് മാക്സിമം വരെ സൂം ചെയ്യും. ഓക്കെ, ഞാൻ ഈ വെർട്ടെക്സ് എല്ലാം ഇപ്പത്തേക്ക് അടുത്ത് വെക്കാണ്. നിങ്ങൾ എന്തോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അടുത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇനി വെൽഡ് കൊടുക്കുമ്പോഴേക്കും ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടില്ല. ഈ വെൽഡ് കൊടുക്കുമ്പോഴേക്കും ഒരു വാല്യൂ കഴിയുമ്പോൾ ഇത് വെൽഡ് ആവും. പക്ഷെ പ്രശ്നം വരുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ചില സമയത്ത് ഈ ഫുൾ ഏരിയ വെൽഡ് ചെയ്യും. ഇതിപ്പോ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഈ ഫുൾ ഏരിയ വെൽഡ് ചെയ്യുമ്പോഴേക്കും ചെറിയ വാല്യൂല് എല്ലാം വെൽഡ് ആവും. പക്ഷെ ഇതിന്റെ അടുത്ത് ഇതും കൂടി ഇല്ലോണ്ട് ഈ വെർട്ടെക്സ് ഇതിന്റെ കൂടെ വെൽഡ് ആയിപ്പോ, ലൈക്ക് ഇങ്ങനെ വെൽഡ് ആയിപ്പോ. അപ്പൊ ഈ റിസൾട്ട് നമുക്ക് വേണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ വേണ്ട, നമുക്ക് ആ മാനുവലി അത് വെൽഡ് ആകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ MM യൂസ് ചെയ്യുന്നത്. MM യൂസ് ചെയ്യുമ്പോഴേക്കും ചെറിയ വാല്യൂല് നമുക്ക് സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. സെന്റിമീറ്റർ ആണെങ്കിൽ അത്രയും ചെറുതിൽ പോകാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ സെന്റിമീറ്ററിൽ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാം, പ്രോബ്ലം ഒന്നും ഇല്ല. സോ ഇതാണ് വെൽഡിന്റെ കേസ്. ഓക്കെ, എന്നിട്ട് വെൽഡ് ആയിട്ട് ആ സാധനം വെൽഡ് ആയോ എന്ന് അറിയാൻ ഒന്നിക്കൽ നീക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ബോർഡർ എടുത്തിട്ട് ഫുൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. എന്തെങ്കിലും എവിടെയെങ്കിലും ഹോളോ എന്തോ ഉണ്ടെങ്കിൽ അവിടെ ഒരു റെഡ് ലൈൻ വരും. അതിന്റെ അർത്ഥം അത് എന്താണ്, അത് ശരിക്കും വെൽഡ് ആയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ബിഫോർ വെൽഡ് ഒരു ഓപ്ഷൻ ഇത് കാണിക്കാം എങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇതിപ്പോ വെൽഡ് ആയിട്ടില്ല. ഞാനിപ്പോ വന്നിട്ട് സെലക്ട് ചെയ്യുമ്പോഴേക്കും കണ്ടോ വെൽഡ് ആവാത്ത ഏരിയയിൽ ഇങ്ങനെ ഹൈലൈറ്റ് ആയി, കാരണം അവിടെ ഒരു ഹോളാണ് ക്രിയേറ്റ് ആയ നിലവിൽ. അപ്പൊ ബോർഡർ എടുത്ത് നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെൽഡ് ആയോ ഇല്ലയോ, അതോ വേറെ എവിടെയെങ്കിലും ഹോൾസ് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഫുൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഫുൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾക്ക് കീബോർഡിൽ കൺട്രോൾ ചെയ്ത് അടിക്കുക. അപ്പൊ ഞാൻ വെർട്ടെക്സിൽ ഫുൾ ഡ്രാഗ് സെലക്ട് ചെയ്ത കാണുന്ന ഏരിയ മാത്രമേ സെലക്ട് ആവുന്നുള്ളൂ, കാരണം ഇവിടെ ഇഗ്നോർ ബാക്ക് ഫേസിങ് സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് അൺഹൈഡ് ചെയ്യുക, അൺടിക്ക് ചെയ്യുക, എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഫുൾ സെലക്ട് ആയി. അപ്പൊ ഇത് തന്നെ നമുക്ക് വെർട്ടെക്സ് മോഡിൽ പോയി കൺട്രോൾ ചെയ്ത് അടിക്കുമ്പോഴേക്കും ഓൾ സെലക്ട് ആയി. അപ്പൊ നിങ്ങൾക്ക് അത് ഡ്രാഗ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെൽഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ബോർഡറിൽ പോയിട്ട് ഓൾട്ട് അടിച്ചാൽ മതി. അപ്പൊ വെൽഡ് ആയിട്ടില്ലെങ്കിൽ അവിടെ റെഡ് കത്തും, വെൽഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും വരത്തില്ല, നോർമൽ ആയിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് കാണുന്നത് ഷാംഫർ. ഷാംഫർ എന്താണെന്ന് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതിന്റെ വാല്യൂ കൂട്ടുമ്പോഴേക്കും വെർട്ടെക്സ് മോഡിൽ ഷാംഫർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഷാംഫർ എഡ്ജ് മോഡിൽ അല്ലെങ്കിൽ പോളിഗൺ മോഡിൽ ഷാംഫർ ഇല്ല. എഡ്ജ് മോഡിൽ വരുമ്പോഴേക്കും ഇത് മാറും, ഈ ഷാംഫറിന്റെ യൂസ് മാറും. പക്ഷെ വെർട്ടെക്സ് മോഡിൽ വരുമ്പോഴേക്കും ഇതിന്റെ യൂസ് എന്താന്ന് വെച്ചാൽ ഈ ബേസിക്കലി നമ്മളെ എക്സ്ട്രൂഡ് ഫംഗ്ഷൻ ഇല്ലേ, ആ എക്സ്ട്രൂഡ് ഫംഗ്ഷന്റെ ബേസിൽ എന്താണ് ചെയ്യുന്നത് ആ സംഭവം ക്രിയേറ്റ് ആവും, അത് പുറത്തോട്ട് തള്ളത്തില്ല. ഇത്രയേ ഉള്ളൂ വെർട്ടെക്സ് മോഡിൽ ഷാംഫറിന്റെ യൂസ്.
കൂടുതലും നമ്മൾ ഈ ഷാംഫർ ഒരിക്കലും യൂസ് ചെയ്യത്തില്ല, വെർട്ടെക്സ് മോഡിൽ ഷാംഫർ ഒരിക്കലും യൂസ് ചെയ്യത്തില്ല. പക്ഷെ ചില സിനാരിയോയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ അവിടെ ഷാംഫർ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഓപ്ഷന് ടാർഗറ്റ് വെൽഡ്. ടാർഗറ്റ് വെൽഡ് എന്ന് വെച്ചാൽ നമ്മളെ വെൽഡ് തന്നെ, ബട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ വെർട്ടിസസ് എവിടെയാണ് വെൽഡ് ഉണ്ട് മാനുവലി ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ടാർഗറ്റ് വെൽഡ് കൊടുത്തിട്ട് ഈ വെർട്ടിസസ് എനിക്ക് ഇവിടെ വെൽഡ് ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അടുത്ത എവിടെയാണ് ടാർഗറ്റ് ആവേണ്ടത് അത് ക്ലിക്ക് ചെയ്താൽ അവിടെ വന്ന് വെൽഡ് ആവും. കണ്ടോ? അപ്പൊ എനിക്ക് ഇങ്ങനെ മാനുവലി വെൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ മാനുവലി വെൽഡ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് സെന്ററിലോട്ടല്ല വെൽഡ് ആവുന്നത്. നമ്മൾ അല്ലാണ്ട് വെൽഡ് ഓപ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട്ലി ഈ സെന്റർ പൊസിഷനിൽ തന്നെയാണ് വെൽഡ് ആവുന്നത്. നമ്മൾ എത്ര വലിയ വാല്യൂ ഇട്ടാലും സെന്ററിലോട്ട് വരും. പക്ഷെ ടാർഗറ്റിലോട്ട് നമ്മൾ മാറുമ്പോഴേക്കും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് എവിടെയാണ് അതിലോട്ട് അത് അട്രാക്ട് ആയി പോകും. അപ്പൊ നമ്മളെ മെഷിന്റെ ഷേപ്പും ആ വെർട്ടെക്സിന്റെ ഷേപ്പ് മാറാൻ ചാൻസ് ഉണ്ട്, പൊസിഷൻ. അപ്പൊ നിങ്ങൾക്ക് സെന്ററിൽ തന്നെ ആ വെൽഡ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വെൽഡ് ഓപ്ഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സൈഡിൽ അതുപോലെ വന്ന കുഴപ്പമില്ലെങ്കിൽ ടാർഗറ്റ് വെൽഡ് യൂസ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്, ടാർഗറ്റ് വെൽഡ്. പിന്നെ വരുന്നത് കണക്ട് ഓപ്ഷൻ. എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇത്രയും ഭാഗത്തിന്റെ ഇടയിൽ ഒരു ലൂപ്പ് ഇടണം. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ചെയ്ത ഷേപ്പിൽ എനിക്ക് ഇവിടെ മാത്രം ഒരു ചെറിയൊരു ഷേപ്പ് വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ലൂപ്പ് ഇട്ടാൽ എനിക്ക് ആ ഷേപ്പ് വ്യത്യാസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇത്രയും ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് കണക്ട് അടിക്കും. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക, എഡ്ജ് മോഡിൽ പോയിട്ട് ഇത് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഷേപ്പ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മൂവ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇത് 3 ഫേസാണ്. നമുക്ക് മാക്സിമം 3 ഫേസും 5 ഫേസും അവോയ്ഡ് ചെയ്യല്. മാക്സിമം 4 ഫേസ് വെക്കും, പക്ഷെ 3 ഫേസ് ആയാലും കുഴപ്പമില്ല. പക്ഷെ മാക്സിമം നമ്മൾ 4 ഫേസ് വെക്കാനാണ് ട്രൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ കണക്ട് നമ്മൾ കൂടുതലും എഡ്ജ് മോഡിലാണ് യൂസ് ചെയ്യുന്നത്, ഇതിൽ നമ്മൾ യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ റിമൂവ് ഐസൊലേറ്റഡ് വെർട്ടിസസ്. അതായത് എന്തെങ്കിലും വെർട്ടിസസ് ഇപ്പൊ ചില സമയത്ത് നമുക്ക് ഇവിടെ ചുമ്മാ ഒബ്ജക്റ്റിനെ പുറത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് വെർട്ടിസസ് ചുമ്മാ ഇങ്ങനെ കിടക്കും പുറത്തോട്ട്. അപ്പൊ നമുക്ക് അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റിമൂവ് ഐസൊലേറ്റഡ് വെർട്ടിസസ് ചെയ്താൽ ആ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യും. അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഈ റിമൂവ് അൺയൂസ്ഡ് മാപ്പ് വെർട്ടിസസ് എന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്ചർ ഇടുമ്പോൾ അതിന്റെ മാപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ടെക്സ്ചറിൽ ഈ വെർട്ടിസസ് വലിയ യൂസ് ഇല്ലാത്ത വെർട്ടിസസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇത് കളയും. അതുപോലെ തന്നെ വെയിറ്റ് ഇൻക്രീസ് നമ്മൾ അതിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് എഡിറ്റ് ജോമെട്രി. നമുക്ക് ഇവിടെ നൺ ഉണ്ട്, എഡ്ജ് ഉണ്ട്, ഫേസ് ഉണ്ട്, നോർമൽ ഉണ്ട്. ഇതൊക്കെ എന്താണ് ചെയ്യുന്നത് നമുക്ക്. ഇപ്പൊ നമ്മൾ ചില സമയത്ത് ഞാനിപ്പോ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ. ഓക്കെ, ഈ ഷേപ്പില് ഞാനിപ്പോ എനിക്ക് ഈ ആക്സിസിൽ തന്നെ എനിക്ക് പോണെങ്കിൽ ഈ ഒരു ആക്സിസിൽ തന്നെ ഷേപ്പ് മാറാണ്ട് എനിക്ക് പോകണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, ഒന്നിക്കൽ ഞാൻ മാനുവൽ ഇങ്ങനെ പിടിച്ചു നോക്കാൻ നോക്കും, പക്ഷെ അതില് ഷേപ്പ് മാറുന്നുണ്ട്. അല്ലാണ്ട് എന്താ ചെയ്യാ, ഞാൻ ഇതില് ലോക്കൽ എടുത്തിട്ട് ഷേപ്പ് മാറ്റാൻ നോക്കും, പക്ഷെ അതിലും മാറുന്നുണ്ട്, ഷേപ്പ് എനിക്ക് കറക്റ്റ് വരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഇതിനെ വ്യൂ ആക്കിയിട്ട് ഇവിടെ കൺസ്ട്രെയിൻസിൽ ഇതിനെ എഡ്ജ് മോഡിലോട്ട് ഇടും. എഡ്ജ് മോഡ് ഇടുമ്പോഴേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലെ ആ ആക്സിസ് ഫിക്സ്ഡ് ആകും. അപ്പൊ ആ ആക്സിസിൽ തന്നെ ഇതാണ്. അതുപോലെ നമുക്ക് ഈ ആക്സിസിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഈ ആക്സിസ് ആക്കിയാൽ എക്സാക്ട്ലി ആ ആക്സിസിൽ തന്നെ പോകും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എനിക്ക് ഈ സാധനം ഷേപ്പ് മാറാണ്ട് കുറച്ച് അടുത്തോട്ട് പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് എഡ്ജ് മോഡ് ആക്കിയിട്ട് ഞാൻ ഇതിനെ നീക്കും. കണ്ടോ, ഇത് ഈ ആംഗിളിൽ തന്നെ നീങ്ങും, എക്സാക്ട്ലി ഈ ആംഗിളിൽ തന്നെ പോകും. ഇത് ഞാൻ നൺ ആക്കിയാൽ ഇത് ഓഫ് ആയ സമയത്ത് ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഇത് നേരെ സ്ട്രെയിറ്റ് ആൻഡ് ഡൗൺ മാത്രമേ പോകുള്ളൂ. കണ്ടോ, സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. പക്ഷെ ഞാൻ എഡ്ജ് മോഡ് സെലക്ട് ചെയ്ത ആ ആംഗിളിൽ ഏത് ആംഗിളിലാണ് ആ എഡ്ജ് കിടക്കുന്നത് ആ ആംഗിളിലോട്ടാണ് ഈ സാധനം പോകുന്നത്. നമുക്ക് വലിയ ഷേപ്പിൽ വ്യത്യാസം വരുത്താണ്ട് നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഷേപ്പ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എഡ്ജ് മോഡിൽ നമ്മൾ ഇടുമ്പോഴേക്കും ഇതിന്റെ എഡ്ജിന്റെ സംഭവം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മൂവ് ആവുന്നത്. അതുപോലെ തന്നെ ഫേസ് ചെയ്ത ഫേസ്, നോർമൽ ചെയ്താൽ നോർമൽ വേറെ ഒന്നല്ല, നമ്മുടെ ഫേസിന്റെ ലോക്കൽ എങ്ങനെയാണ് കിടക്കുന്നത് അതനുസരിച്ചിട്ടാണ് പോകുന്നത്.
അല്ലെങ്കിൽ നമ്മളെ നോർമൽ, അതായത് ഒബ്ജക്റ്റിന് നോർമൽ എങ്ങനെയാണ് കിടക്കുന്നത് അതിന്റെ ഡയറക്ഷൻ ആ രീതിയിൽ അത് പോകും. ഓക്കെ, പിന്നെ വരുന്നത് ക്രിയേറ്റ്, കൊലാപ്സ്, അറ്റാച്ച്, ഡിറ്റാച്ച്. ഓക്കെ, അടുത്തത് അറ്റാച്ച്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് ഒബ്ജക്റ്റ്, ഞാൻ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ രണ്ട് ഒബ്ജക്റ്റ് എനിക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് സെലക്ട് ആവുന്നത്. പക്ഷെ ഞാൻ ഇത് അറ്റാച്ച് ചെയ്താൽ ഇത് രണ്ടും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അതായത് ഞാനിപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ ഇതിന്റെ മോഡിഫിക്കേഷനിൽ വന്നിട്ട് അറ്റാച്ച് കൊടുത്തിട്ട് ഞാനിത് ക്ലിക്ക് ചെയ്താൽ ഇത് രണ്ടും ഒരു ഒബ്ജക്റ്റാണ്. ഈ രണ്ട് പീസ് ഒരു ഒബ്ജക്റ്റിന്റെ പീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇനി വെർട്ടെക്സ് മോഡിൽ പോയാൽ ഇത് രണ്ടും ഒരേ പീസ് ആയി. നമുക്ക് രണ്ടും എന്താണ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൂടുതലും വരുന്നത് നമ്മളെ സിനാരിയോ എവിടെയാണെന്ന് വെച്ചാൽ അറ്റാച്ച് ചെയ്യുന്ന എവിടെ വെച്ചാൽ നമ്മളെ സിമിലർ പാർട്സ് കുറെ കിടക്കുന്നുണ്ട്. ഒരു മോഡലിൽ നമ്മളൊരു സ്ക്രൂ തന്നെ ഒരു മൾട്ടിപ്പിൾ ഏരിയയിൽ നമ്മൾ ആ പ്രൊഡക്റ്റിൽ സ്ക്രൂ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ക്രൂ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റിയ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിൽ മാത്രം ഒരു ടെക്സ്ചർ ഇട്ടാൽ എല്ലാ സ്ക്രൂവിനും ടെക്സ്ചർ വരും. ഇല്ലെങ്കിൽ നമ്മൾ മാനുവലി എല്ലാ സ്ക്രൂവും സെലക്ട് ചെയ്ത് ടെക്സ്ചർ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഈ അറ്റാച്ചിന് കൂടുതലും യൂസ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഇടയിൽ ഒരു ഡീറ്റെയിൽ ഒക്കെ ചെയ്യുവാണെങ്കിൽ, അതായത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് സ്കെയിൽ ചെയ്ത് എന്നിട്ട് ഞാൻ ഇതിനെ സെപ്പറേറ്റ് പീസ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്തെടുത്താൽ എനിക്ക് പിന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ സോ അവിടെയൊക്കെയാണ് ഈ സാധനം യൂസ് ആവുന്നത്, ഈ ഓപ്ഷൻ. അറ്റാച്ചിന്റെ ഈ അറ്റാച്ച് ലിസ്റ്റ് എടുത്താൽ നമുക്ക് അതിൽ എല്ലാ ഒബ്ജക്റ്റും കാണും. ഇപ്പോൾ മൾട്ടിപ്പിൾ സ്ക്രൂ നിങ്ങൾ നെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ക്രൂ ഇതിൽ എഴുതി കാണിക്കും, എല്ലാ ഒബ്ജക്റ്റും കാണിക്കും. ഈ ഒബ്ജക്റ്റിന്റെ സ്ക്രൂ നിങ്ങൾ ഈ ഒബ്ജക്റ്റ് ഐസൊലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ ഒബ്ജക്റ്റും കാണിക്കും. ഇത് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കാണിക്കരുത്, കാരണം വേറെ ഒബ്ജക്റ്റ് ഒന്നും ഇല്ല കാണിക്കാൻ വ്യൂ പോർട്ടിൽ. അപ്പോൾ ഐസൊലേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഇനി ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സ് ഇതിൽ കാണിക്കും. അപ്പോൾ നമ്മൾ മാനുവലി സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് കൊടുക്കാം, അത്രയും, വേറെ ഒന്നുമില്ല. പിന്നെ ഡിറ്റാച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സെക്ഷനിലെ വെർട്ടിസസ് ഒന്നും വേണ്ട. അപ്പൊ ഞാനിത് ഡിറ്റാച്ച് കൊടുക്കുമ്പോഴേക്കും ഇവിടെ ഒരു ഓപ്ഷൻ വരും, ഡിറ്റാച്ച് ടു എലിമെന്റ് ആണോ ഡിറ്റാച്ച് ആസ് ക്ലോൺ ആണോ. അപ്പൊ ഞാൻ രണ്ട് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഡിറ്റാച്ച് കണ്ടോ. ഈ വെർട്ടിസസിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ എഡ്ജസിൽ ഡിറ്റാച്ച് ആയിട്ട് ഒരു സെപ്പറേറ്റ് പീസായി. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ സെപ്പറേറ്റ് പീസാണ്. അപ്പൊ ഞാൻ ഇനി ഈ പീസിനെ എനിക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ പോളിഗൺസ് ഡിറ്റാച്ച് ചെയ്താൽ യൂസ് ആവുന്ന ഇതാണ് ആ കേസ്. ഞാനിപ്പോ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിനെ അറ്റാച്ച് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ നിലവിൽ ഇതൊരു ഒബ്ജക്റ്റ് ആയി. പക്ഷെ ഞാൻ ബോർഡർ എടുക്കുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് കാണാം, ഹൈലൈറ്റ് ആവുന്നുണ്ടോ. കാരണം ഇത് ഇപ്പൊ സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആണ്. ഒരു ഒബ്ജക്റ്റിന്റെ മെയിൻ ഒബ്ജക്റ്റിന്റെ അണ്ടറിൽ വരുന്ന രണ്ട് ഒബ്ജക്ട്സ് ആണ് ഇത്, രണ്ട് ഒബ്ജക്റ്റ് ആണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ബോർഡർ ആണ്. നമ്മളിപ്പോ ഇത് വെൽഡ് ചെയ്താൽ ഈ ഒബ്ജക്റ്റ് നമ്മൾ വെൽഡ് ചെയ്താൽ ഇതൊരു ഒബ്ജക്റ്റ് ആയി മാറും, കാരണം ഇതിൽ ഹോളൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ അപ്പൊ അതാണ് ഈ ഡിറ്റാച്ചിന്റെ യൂസ് വരുന്നത്. പിന്നെ വരുന്ന ഓപ്ഷൻ നമുക്ക് സ്ലൈസ് പ്ലെയിൻ ഉണ്ട്, ക്വിക്ക് സ്ലൈസ് കട്ട്, പിന്നെ ടെസ്ലറ്റ് ഉണ്ട്, മേക്ക് പ്ലെയിനാർ ഉണ്ട്, അതുപോലെ ബാക്കി. ഓക്കെ, സോ ഈ ഓപ്ഷൻ വരുന്നത് എവിടെയാന്ന് വെച്ചാൽ സ്ലൈസ് പ്ലെയിൻ നമുക്ക് നോക്കാം. സ്ലൈസ് പ്ലെയിൻ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഞാൻ ഈ ഒബ്ജക്റ്റ് എടുത്തു, എനിക്ക് ഇതിന്റെ നേരെ 45 ഡിഗ്രീസിൽ ഒരു കട്ട് വെക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്ലൈസ് പ്ലെയിൻ ഉപയോഗിക്കും. സ്ലൈസ് പ്ലെയിൻ എടുക്കുമ്പോഴേക്കും സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു യെല്ലോ ബോർഡർ പോലത്തെ ഒരു പ്ലെയിൻ കാണാം. അപ്പൊ ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് 45 ഡിഗ്രി ആംഗിളിൽ വെക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആംഗിൾ സ്നാപ്പ് എടുക്കും, ഇതിൽ 45 ഡിഗ്രി സെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. ഈ സാധനത്തിന് 45 ആവുന്നതുകൊണ്ട് 90 ഡിഗ്രി ആക്കാൻ 2 വട്ടം റൊട്ടേറ്റ് ചെയ്യണം. പിന്നെ ഒരു വട്ടം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ 45 ആവും. എന്നിട്ട് ഞാൻ ഇതിനെ മൂവ് ചെയ്യും നമുക്ക് വേണ്ട ഏരിയയിലോട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്.
ഇതിപ്പോ ഇത് സ്ക്വയർ അല്ല, ഇത് റെക്ടാങ്കിൾ ആയതുകൊണ്ട് ഇങ്ങനെ കട്ടാകുന്നു. സ്ക്വയർ ആയിരുന്നെങ്കിൽ എക്സാക്ട്ലി പോയത്. ഓക്കെ, പിന്നെ എനിക്ക് കുറച്ച് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 45 നിങ്ങൾ 45 ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 45 ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആംഗിൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ വെക്കുമ്പോഴേക്കും ഇവിടെ റെഡ് കളറിൽ നമുക്ക് വെർട്ടിസസ് കാണുന്നുണ്ട്, കുറെ പോയിന്റ്സ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പൊ സ്ലൈസ് അടിച്ചാല് നമുക്ക് ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ വെർട്ടിസസ് കിടക്കും. ഞാൻ ഇവിടെ സ്ലൈസ് ഇട്ട് ഞാൻ സ്ലൈസ് പ്ലെയിൻ ഓഫ് ആക്കിയാൽ കണ്ടോ, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിൽ ഫുള്ള് ആ ഒരു ഏരിയയിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു സെഗ്മെന്റ് ആഡ് ആയി പോരാണ്ട് ആ ഒരു ഷേപ്പ് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്, എന്താണ് സ്ലൈസ് പ്ലെയിൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പൊ ഈ കുറച്ചും കൂടി ഈ ഓപ്ഷൻ വരുന്നത് എവിടെയാന്ന് വെച്ചാൽ, ഞാനിപ്പോ ഒരു പ്ലെയിൻ എടുത്തു, ഇപ്പത്തേക്ക് പ്ലെയിനിൽ കാണിക്കാം. ഓക്കെ, ഇതിന് ഞാൻ 128x128 ഇട്ട്, എന്നിട്ട് ഞാൻ ലെഗ് വിഡ്ത്ത് എന്റെ സെഗ്മെന്റിൽ ഓഫ് ചെയ്തു. എന്നിട്ട് എനിക്ക് എന്താണ് ഈ സാധനത്തിന് എക്സാക്ട്ലി 45 ഡിഗ്രിയിൽ കട്ട് ചെയ്യണം ബേസിക്കലി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിനെ കൺവേർട്ട് എഡിറ്റബിൾ പോളി ആക്കും. പിന്നെ ഞാൻ ഈ സൈഡ് ഒന്ന് എക്സ്ട്രൂഡ് ചെയ്തു, അതുപോലെ തന്നെ ഈ സൈഡ് എക്സ്ട്രൂഡ് ചെയ്തു. ഈ എക്സ്ട്രൂഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്തത്, ഞാൻ ഇപ്പത്തേക്ക് ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എനിക്ക് ഈ ആംഗിളിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ വാളിന്റെ കോർണറൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാമല്ലോ, ഇങ്ങനത്തെ ഒരു ഷേപ്പ് കാണും. നമുക്ക് എൽ ഷേപ്പ് മെഷില് എൽ ഷേപ്പിൽ നമുക്ക് ഒബ്ജക്റ്റ് കാണാം. അപ്പൊ ഞാൻ ഇതിനെ എനിക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ സ്ലൈസ് പ്ലെയിൻ എടുക്കും, ഇതിനെ 45 ഡിഗ്രിയിലോട്ട് എന്താണ് സെറ്റ് ചെയ്യും. വെർട്ടെക്സ് മോഡിൽ സ്ലൈസ് പ്ലെയിൻ സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇനി എക്സാക്ട്ലി ഈ ഒരു പൊസിഷനിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, രണ്ട് മാച്ച് ആവുന്ന പൊസിഷനിലോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ സ്ലൈസ് അടിച്ചാൽ, എന്നിട്ട് സ്ലൈസ് പ്ലെയിൻ ഓഫ് ആക്കി, എനിക്ക് അവിടെ ഒരു എഡ്ജ് കിട്ടി. പിന്നെ എനിക്ക് ഈ ലൂപ്പും ഡിലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം, ആ ഒരു എൽ ഷേപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലൈസ് പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഒബ്ജക്ട്സിന്റെ ചില ഏരിയാസ് എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്ന അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം, എന്താണ് ക്വിക്ക് സ്ലൈസ് ഉണ്ട്. ക്വിക്ക് സ്ലൈസ് ഒന്നുമല്ല, നമ്മൾ മാനുവലി ഈ സ്ലൈസ് പ്ലെയിൻ ചെയ്തില്ലേ, അതിന്റെ പകരം ക്വിക്ക് സ്ലൈസ് എടുത്തിട്ട് നമുക്ക് ഒരു ക്ലിക്ക് കൊടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എവിടെയാണ് നമുക്ക് ആംഗിൾ വേണ്ട. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു ക്ലിക്ക് കൊടുത്താൽ അവിടെ കട്ടാം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ ഒരു ആംഗിൾ നമ്മൾ ചെയ്ത സ്ലൈസ് തന്നെ, പക്ഷെ നമുക്ക് സ്ലൈസ് പ്ലെയിൻ എടുക്കുമ്പോൾ കുറച്ചും കൂടി കൺട്രോൾ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാക്ട് 45 ഡിഗ്രി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സാക്ട് ആംഗിൾ സെറ്റ് ചെയ്ത് മൂവ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്വിക്ക് സ്ലൈസിൽ നമുക്ക് മാനുവലി ഒരു റഫ് ആയിട്ട് നമുക്ക് ഒരു സ്ലൈസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇതെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഒരു ക്ലിക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആവും. നമുക്ക് എങ്ങനെയാണ് വേണ്ട അതിന്റെ ഡയറക്ഷൻ ഒന്ന് സെറ്റ് ചെയ്യാം, എവിടെയാണ് വേണ്ടത്. നമ്മൾ ഈ ഡോട്ടഡ് ലൈൻസ് പോകുന്ന ഡയറക്ഷനിലായിരിക്കും ഈ സാധനം സെറ്റ് ആവണം. എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ക്ലിക്ക് വിട്ടിട്ട് വീണ്ടും ഒരു ക്ലിക്ക് കൊടുക്കും. അപ്പൊ എനിക്ക് ഈ ക്വിക്ക് സ്ലൈസ് ഇങ്ങനെ ചെയ്യും. അടുത്തത് കട്ട് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് മാനുവലി ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പ്ലെയിനിൽ തന്നെ കാണിച്ചു തരാം. എനിക്ക് ഇവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യുക, എനിക്ക് മാനുവലി ഇങ്ങനെ വെർട്ടെക്സ് മോഡിൽ മാനുവലി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്തിട്ട് എന്താ ചെയ്യുക, ഞാൻ പോളിഗൺ എടുത്ത് ഈ പോളിഗണിൽ ഇത് സെലക്ട് ചെയ്യും, ഡിലീറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ഇങ്ങനെ മാനുവലി ഷേപ്പ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് മെഷിന്റെ ഫ്ലോ ഒക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. ലൈക്ക് ഈ മെഷിനെ എനിക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് എനിക്ക് ഇവിടുത്തെ മെഷ് ഡിലീറ്റ് ചെയ്താൽ ഇത് വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ ഫ്ലോ മാറ്റാം, ഷേപ്പ് മാറ്റാം പെട്ടെന്ന്. മാനുവലി കുത്തിയിരുന്ന് ഇങ്ങനെ ഓരോ വെർട്ടിസസ് പിടിച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട പകരം കട്ട് എടുത്ത് ഡയറക്റ്റ് ഷേപ്പ് വരച്ചെടുക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ മാനുവലി ചെയ്യാൻ പറ്റും.
അപ്പൊ അതാണ് കട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ എഡ്ജ് മോഡിൽ വരാം. എഡ്ജ് മോഡിൽ വന്നിട്ട് എനിക്കിപ്പോ ഈ ലൂപ്പ് വേണ്ടെന്ന് വിചാരിച്ചു. ഏതാണ് ഈ ലൂപ്പ് വേണ്ട, എനിക്ക് ഈ ലൂപ്പ് ഡിലീറ്റ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യുക, ഒന്നിക്കൽ എനിക്ക് ബാക്ക് സ്പേസ് മാത്രം അടിച്ചാൽ ലൂപ്പ് പോകും. പക്ഷെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വെർട്ടെക്സ് എടുക്കുമ്പോഴേക്കും ആ വെർട്ടിസസ് ഒക്കെ കിടക്കുന്നുണ്ട്, അത് ഡിലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ ഒരിക്കലും വെർട്ടിസസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു രീതിയിൽ കണക്ട് ആയിട്ടുള്ള രീതിയിൽ വെക്കാൻ പാടില്ല, ഇങ്ങനെ വെക്കാൻ പാടില്ല ഒരിക്കലും. അപ്പൊ നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചാല്, ബാക്ക് സ്പേസ് അല്ലെങ്കിൽ ഇവിടെ വന്ന് എഡ്ജ് മോഡിൽ വന്ന് നമ്മൾ ഇവിടെ റിമൂവ് അടിച്ചാല്, ഈ റിമൂവ് അടിച്ചാല് നമുക്ക് ആ വെർട്ടിസസ് കിട്ടും. ഈ റിമൂവിന്റെ ഷോർട്ടാണ് ബാക്ക് സ്പേസ്. അതിന്റെ പകരം നമുക്ക് എഡ്ജും പോകണം വെർട്ടിസസും പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺട്രോൾ ബാക്ക് സ്പേസ് അടിക്കുക. കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ച് ഞാൻ ഇനി വെർട്ടിസസ് മോഡിലോട്ട് പോകുമ്പോഴേക്ക് അവിടെ ആ ലൂപ്പും ഇല്ല വെർട്ടിസസും ഇല്ല. അപ്പൊ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് വെർട്ടെക്സിനെ. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഈ സീനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തില്ലേ, അതെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ പോളിഗൺ മോഡ് ഞാൻ എടുത്തു. ഞാൻ ഈ വെർട്ടെക്സ് ഈ ഏരിയ സെലക്ട് ചെയ്തു, എന്നിട്ട് ചുമ്മാ ഡിലീറ്റ് അടിച്ചാൽ മതി. അപ്പൊ അത് ഡിലീറ്റ് ആവും ആ ഏരിയ. പിന്നെ കട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഞാൻ കട്ട് സെലക്ട് ചെയ്തിട്ട് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അവിടെ ഒരു ക്ലിക്ക് കൊടുക്കും. പിന്നെ അടുത്ത എവിടെയാണ് നമുക്ക് പോയിന്റ് വിടേണ്ടത് അവിടെ ഒരു ക്ലിക്ക് കൊടുക്കും. അതുപോലെ തന്നെ അടുത്ത എവിടെയാണ് വേണ്ടത് അവിടെ പോയിന്റ് ക്ലിക്ക് കൊടുത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ മതി, എനിക്ക് ഇത്ര മതി. അപ്പൊ എനിക്ക് ഇനി ഡീആക്ടിവേറ്റ് ചെയ്യണം കട്ടിനെ. അപ്പൊ ഞാൻ എന്താ റൈറ്റ് ക്ലിക്ക് അടിക്കും. റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോൾ കട്ടിന്റെ അത് ഡീആക്ടിവേറ്റ് ആയി. അതായത് നമ്മൾ വരയ്ക്കേണ്ടത് ഡീആക്ടിവേറ്റ് ആയി, പക്ഷെ ടൂൾ ഇപ്പം ആക്റ്റീവ് ആണ്. അപ്പൊ അത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് വീണ്ടും റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ മതി. ഇപ്പൊ 2 വട്ടം റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോഴേക്കും കട്ട് മൊത്തത്തിൽ ഡീആക്ടിവേറ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇത് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും മാനുവലി. ഏത് ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മാനുവലി വന്ന് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. ഒന്നിക്കൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ കീബോർഡിൽ ക്യൂ അടിച്ചാലും മതി. അതായത് കീബോർഡിൽ ക്യൂ അടിച്ചാലും ഓഫ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ ഓപ്ഷൻസ് ഓഫ് ചെയ്യേണ്ട രീതികളുണ്ട്. പിന്നെ വരുന്നത് XYZ. ഈ മേക്ക് പ്ലെയിനർ XYZ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ ചെരിഞ്ഞിട്ട് ഒരു മെഷ് ഇട്ട് അതെനിക്ക് സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പ്ലെയിനില് ഞാനിവിടെ ഒരു കണക്ട് ഇട്ടു. എന്നിട്ട് ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്തു. ഞാൻ എഡ്ജ് മോഡ് ഇട്ട് ഞാൻ ഇതിനെ റൊട്ടേറ്റ്. ഓക്കെ, ആംഗിൾ ഓൺ ആണ്. ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇത് സ്ട്രെയിറ്റ് ആണ് വേണ്ടത്. ചില സമയത്ത് നിങ്ങൾ മോഡൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ ലൂപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് ആക്സിസിലാണ് നമുക്ക് സ്ട്രെയിറ്റ് ആക്കണം. നമുക്ക് എക്സ് ആക്സിസിലാണ് സ്ട്രെയിറ്റ് ആക്കുന്നത്. ഇവിടെ നോക്കിയാൽ മതി, ഈ ഏരിയയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഏത് ആക്സിസിലാണ് സ്ട്രെയിറ്റ് ആക്കുന്നത്. അപ്പൊ ആ ആക്സിസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ ലൂപ്പ് സ്ട്രെയിറ്റ് ആവും. ഇതിന്റെ പോലെ വൈ ആക്സിസിൽ ചെയ്താൽ ലൂപ്പ് സ്ട്രെയിറ്റ് ആവും, പക്ഷെ അതനുസരിച്ച് അതിന്റെ ഷേപ്പ് മാറും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അത് ചെയ്യുക, ഏത് ആക്സിസ് ആണ് വേണ്ടത് ആ ആക്സിസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരുന്നത്. മേക്ക് പ്ലെയിനർ ആക്കിയാൽ സെയിം തന്നെ ആവുന്നു, പക്ഷെ നമുക്ക് പിന്നെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഈ മേക്ക് പ്ലെയിനർ വിട്ട്. അതിന്റെ പകരം XYZ അടിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇനി അടുത്ത നമ്മൾ വെർട്ടിസസ് നോക്കിയില്ല. അപ്പൊ ഞാൻ ഇനി പെട്ടെന്ന് ബാക്കി ഓപ്ഷൻസും പറയാം. കൂടുതലും ഓപ്ഷൻസ് സെയിം ആണ്, അതുകൊണ്ട് ഞാൻ പിന്നെ ഒരെണ്ണത്തിൽ ഇത്ര ടൈം എടുത്തിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ വീണ്ടും ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ കൺവേർട്ട് അടിച്ചു. ഇനി ഞാൻ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, ഈ ഒരു ലൂപ്പിനെ സെലക്ട് ചെയ്തു. എങ്ങനെ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു എഡ്ജ് സെലക്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു എഡ്ജിനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ലൂപ്പ് മൊത്തം സെലക്ട് ആവും. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ വട്ടം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ റിംഗും ലൂപ്പും ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ റിംഗ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു റിംഗ്, അതായത് നമ്മൾ ഒരു സാധാരണ ഒരു റിംഗ് പോലെ എല്ലാ ലൂപ്പും അതിന് ഒരു ഫ്ലോയിൽ കിട്ടുന്ന എല്ലാ എഡ്ജസും സെലക്ട് ചെയ്യും. അതിന്റെ പകരം ലൂപ്പ് കൊടുത്താൽ നമ്മൾ ആ ഡബിൾ ക്ലിക്ക് ചെയ്തില്ലേ ആ സംഭവം തന്നെയാണ് വരുന്നത്. ഇത് കൂടുതലും ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോ റിംഗ് കൊടുത്തു. ഓക്കെ, റിംഗ് കൊടുത്തിട്ട് എനിക്ക് ഇത്രയും ഭാഗം മാത്രം മതി. ഞാൻ ബാക്കി ഭാഗം ഡീസെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഓൾട്ട് അടിച്ചിട്ട്
ഡ്രാഗ് സെലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഡീസെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ ലൂപ്പ് കൊടുത്താൽ എനിക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ലൂപ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഡബിൾ ക്ലിക്ക്, വീണ്ടും ഇങ്ങനെ 4-5 വട്ടം ക്ലിക്ക് ചെയ്യേണ്ടി വരും. അതിന്റെ പകരം മറ്റേ മെത്തേഡ് യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് സെലക്ഷൻ നടക്കും. അതാണ് അതിന്റെ സാധനം. പിന്നെ വരുന്നത് സെയിം സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. എക്സ്ട്രൂഡ്, വെൽഡ്, ഷാംഫർ, കണക്ട്. അപ്പൊ ഇതിൽ പുതിയത് വന്നത് നമുക്ക് സ്പ്ലിറ്റ് ഉണ്ട്, പിന്നെ ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ക്രിയേറ്റ് ഷേപ്പ് ഫ്രം സെലക്ഷൻ. അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ആദ്യം നമുക്ക് സ്പ്ലിറ്റ് നോക്കാം. സ്പ്ലിറ്റ് സിമിലർലി ടു നമ്മുടെ ബ്രേക്ക് ഫീച്ചർ ഇല്ലേ, വെർട്ടിസസ് മോഡിൽ ബ്രേക്ക് ഫീച്ചർ ഇല്ലേ, അത് തന്നെയാണ് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഞാൻ ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ ഞാൻ പോളിഗൺ എടുത്ത് നീക്കുമ്പോഴേക്കും സ്പ്ലിറ്റ് ആയിട്ട് നമ്മൾ ഈ ലൂപ്പ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ സ്പ്ലിറ്റ് കൊടുത്താൽ ഇനി ഞാൻ ബോർഡർ എടുത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഞാൻ ബോർഡർ മോഡിൽ പോയിട്ട് കൺട്രോൾ അടിച്ച് നമുക്ക് കാണാം അവിടെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പോളിഗൺ എടുത്ത് നീക്കുമ്പോഴേക്കും കണ്ടു നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സിമിലർ ടു വെർട്ടിസസ്, പക്ഷെ ഇതൊരു ഫുള്ള് ലൂപ്പിനെ അല്ലെങ്കിൽ നമ്മൾ വേണ്ട എഡ്ജിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇത്രയും ഓക്കെ. പിന്നെ വരുന്നത് എക്സ്ട്രൂഡ്. സിമിലർ ടു നമ്മുടെ വെർട്ടിസസ് തന്നെ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് ഞാനിവിടെ എക്സ്ട്രൂഡ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ലൈനിൽ ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ ഒരു എഡ്ജാണ് കൊടുക്കുന്നതെങ്കിൽ സെയിം വെർട്ടിസസ് എന്താണ് ചെയ്തത് അത് തന്നെ, പക്ഷെ നമുക്കിത് ലൂപ്പിൽ ചെയ്യാൻ പറ്റും. വ്യത്യാസം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഷേപ്സ് ഒക്കെ മാനുവലി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് ഷാംഫർ. ഷാംഫർ ആണ് നമ്മൾ പ്രൊഡക്റ്റ് വിഷ്വലൈസേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന ഫീച്ചറാണ് ഷാംഫർ. അതായത് എഡ്ജ് മോഡിൽ ഷാംഫർ. വെർട്ടെക്സ് മോഡിലെ ഷാംഫർ നമ്മൾ അത്ര ഉപയോഗിക്കത്തില്ല, എഡ്ജ് മോഡിലെ ഷാംഫർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് എന്നാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഒരു എന്തോ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ എഡ്ജ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കത്തില്ല. ഏത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ നമ്മൾ അതിന്റെ എഡ്ജ് സ്മൂത്ത് ആയിരിക്കും എപ്പോഴും. ഏത് പ്രൊഡക്റ്റ് നിങ്ങളുടെ ടേബിൾ ആയിക്കോട്ടെ, നിങ്ങളുടെ ചെയർ ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കാണാൻ ഷാർപ്പല്ല, നമ്മൾ കൈ മുറിയുന്ന രീതിക്ക് ഷാർപ്പല്ല. നൈഫിനെ വിട്ടിട്ട് ഷാർപ്പ് ഒബ്ജക്ട്സ് അല്ല. ബാക്കി എല്ലാത്തിനും നമ്മുടെ ടേബിൾ ചെയറിനൊക്കെ ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അതാണ് ഷാംഫർ. ഇത് ഇൻഡസ്ട്രി ടേം ആണ്, അതായത് റിയൽ ലൈഫിൽ കാർപ്പൻറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ടേം ആണ് ഷാംഫർ. അപ്പൊ അതുകൊണ്ടാണ് 3ds Maxൽ നമുക്ക് ഡയറക്റ്റ് അത് തന്നെയാണ് പേരായിട്ട് തന്നത്. ഫില്ലറ്റ്, ഷാംഫർ, ഇതൊക്കെ ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റ് ഡിസൈനിങ് ബിസിനസ് വലിയ ടേംസ് ആണ്. അപ്പൊ ഷാംഫർ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ സ്മൂത്ത് ആക്കി എടുക്കാൻ പറ്റും ഈ ഒരു ട്രാൻസിഷന്. അങ്ങനെ ഹാർഡായിട്ട് വിടേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ നമ്മൾ ഷാംഫർ ഇടേണ്ട കാരണം വെച്ചാൽ ഞാനിപ്പോ വിത്തൗട്ട് ഷാംഫർ ഇവിടെ ടർബോ സ്മൂത്ത് ഇടുമ്പോഴേക്കും കണ്ടോ ഈ സാധനം ഇങ്ങനെ വലിയൊരു മടക്ക് വരുന്നുണ്ട് ഇതിൽ. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ അതിന്റെ പകരം ചുമ്മാ ഷാംഫർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഷാംഫർ കൊടുത്തിട്ട് ഇനി ടർബോ സ്മൂത്ത് നോക്കുമ്പോഴേക്കും കണ്ടോ അത് അവിടെ തന്നെ അങ്ങനെ തന്നെ കിടക്കും. ആ ഏരിയ മൊത്തത്തിൽ മോഡലും സ്മൂത്തായി പോരാണ്ട് നമുക്ക് ആ ഏരിയന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു കർവ് വാല്യൂ കൂടി നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഈ സാധനത്തിന്. അപ്പൊ അതാണ് എഡ്ജ് മോഡിലെ ഷാംഫർ. പിന്നെ വരുന്നത് ടാർഗറ്റ് വെൽഡ്, പിന്നെ ഇത് സെയിം ആണ്. പിന്നെ വരുന്നത് ബ്രിഡ്ജ് എങ്ങനെയാ വെച്ചാൽ ഞാനിപ്പോ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ട്, അപ്പൊ എനിക്ക് ഈ എഡ്ജും വെൽഡ് ചെയ്യണം. നമ്മള് വെർട്ടെക്സിൽ വെൽഡ് ചെയ്തില്ലേ ആ സെയിം സാധനം തന്നെ ഇതിൽ ബ്രിഡ്ജ് ആണ്. ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് ബ്രിഡ്ജ് കൊടുക്കുമ്പോഴേക്കും അത് രണ്ടും അറ്റാച്ച് ആവും. അതുപോലെ തന്നെ വീണ്ടും രണ്ടും ക്ലിക്ക് ചെയ്ത് ബ്രിഡ്ജ് കൊടുക്കുമ്പോഴേക്കും അറ്റാച്ച് ആവും. ഈ സെയിം സംഭവം ഞാനിപ്പോ പോളിഗൺ മോഡിൽ സെലക്ട് ചെയ്ത് എനിക്ക് ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, പോളിഗൺ മോഡിൽ ഫുൾ മോഡൽ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഞാൻ വിടുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, ക്ലോൺ ടു ഒബ്ജക്ട്, ക്ലോൺ ടു എലിമെന്റ്. അപ്പൊ നമ്മൾ ക്ലോൺ ടു ഒബ്ജക്ട് കൊടുക്കുമ്പോൾ ഇത് പുതിയൊരു കോപ്പി ആയിട്ട് ക്രിയേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട്. ക്ലോൺ ടു എലിമെന്റ് കൊടുക്കുമ്പോഴേക്കും ഇത് ഈ ഒബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്
ഈ ഒബ്ജക്റ്റിന്റെ ഭാഗം ഒരു സബ് ഒബ്ജക്റ്റ് ആയിട്ടാണ് മാറുന്നത്. നമ്മൾ ക്ലോൺ ടു ഒബ്ജക്റ്റ് കൊടുക്കുമ്പോഴേക്കും അത് സെപ്പറേറ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ കോപ്പി അടിക്കുന്ന പോലെ, നമ്മൾ നോർമൽ കോപ്പി ചെയ്തില്ലേ അതുപോലെ വർക്ക് ചെയ്യും. സോ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇതിന്റെ ഒരു സൈഡ് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് വിചാരിച്ചോ, ഈ രണ്ടിന്റെയും ഒരു സൈഡ് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് എനിക്ക് ഇനി ഇത് ജോയിൻ ചെയ്യണം. ഇത് ഫുള്ളായിട്ട് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ ബ്രിഡ്ജ് ചെയ്യണം. അപ്പൊ ഞാൻ ബോർഡർ മോഡിൽ പോയിട്ട് ഇതിന്റെ ഹോൾ ആയിട്ടുള്ള ഏരിയ സെലക്ട് ചെയ്യും, ഇതിന്റെ ഹോൾ ആയിട്ടുള്ള ഏരിയ സെലക്ട് ചെയ്യും, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ ബ്രിഡ്ജ് കൊടുക്കുമ്പോഴേക്കും കണ്ടോ, ബോർഡറിൽ ഞാൻ ബ്രിഡ്ജ് കൊടുക്കുമ്പോഴേക്കും സംഭവം ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറി. ഇതല്ലാണ്ട് ഞാൻ ഇത് ബോർഡറിലല്ലാണ്ട് ഞാൻ ഇനി കൺട്രോൾ ഹോൾഡ് ചെയ്ത് എഡ്ജ് മോഡിൽ പോയിട്ട് ഇതിന് ബ്രിഡ്ജ് കൊടുത്താലും സെയിം തന്നെ ആവുന്നു. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ ചില സമയത്ത് ഈ ബ്രിഡ്ജിന് PDS Maxൽ ഒരു ബഗ് വരുന്നുണ്ട്. ഇതെനിക്കൊന്ന് അപ്ഡേറ്റ്സിൽ അത് ശരിയായിട്ടുണ്ട്, പക്ഷെ നമ്മൾ ക്രാക്ക് വെർഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബഗ് ഒക്കെ മാറത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു എഡ്ജ് മാത്രം സെലക്ട് ചെയ്ത് ബ്രിഡ്ജ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ആ ഓൾറെഡി ബ്രിഡ്ജ് ആയിട്ടുള്ള എഡ്ജ് ഡീസെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്രിഡ്ജ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് സംഭവം കിട്ടി. ഒന്നിക്കലും ബോർഡർ മോഡിൽ തന്നെ ചെയ്യുക ബ്രിഡ്ജ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഡ്ജ് മോഡിലും ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇഷ്ടം. സോ അതാണ് നമ്മുടെ ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ. പിന്നെ കണക്റ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ എപ്പോഴും മോഡൽ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ ഇങ്ങനെ മെഷ് പോകണം. അപ്പൊ നമ്മൾ ആ മെഷിന് നമുക്ക് മാനുവലി ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഒന്നുകിൽ ഡ്രാഗ് സെലക്ട് ചെയ്യും ഫുള്ള്, ഇഗ്നോർ അൺടിക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു വട്ടം സംഭവം എന്താണ് ഒരു എഡ്ജ് സെലക്ട് ചെയ്തിട്ട് റിംഗ് കൊടുക്കും. രണ്ടും സെയിം തന്നെ വർക്ക് ചെയ്യുന്നു ഓൾമോസ്റ്റ്. എന്നിട്ട് ഞാൻ ഇവിടെ കണക്റ്റിന്റെ സൈഡിൽ സെറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഇതിന്റെ ലൂപ്പ് കൗണ്ട് എത്ര ലൂപ്പ് ആഡ് ചെയ്യേണ്ടത് എനിക്ക് സെറ്റ് ചെയ്യാം. അല്ലാണ്ട് ഇതിന് എത്ര ഡിസ്റ്റൻസ് വേണം, ലൂപ്പിന്റെ എത്ര ഡിസ്റ്റൻസ്, ഇടയിൽ എത്ര ഡിസ്റ്റൻസ് വേണം സെറ്റ് ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് ലൂപ്പിന്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യാം. ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് മൊത്തത്തിൽ, അല്ല റൈറ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ അടിക്കാം. ഇതിപ്പോ നിങ്ങൾക്ക് ഏത് എഡ്ജ് ലൂപ്പിൽ വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് ഇതിന്റെ ഇടയിൽ ലൂപ്പ് ഇടണമെങ്കിൽ ഞാനിത് റിംഗ് അടിക്കും. കണക്ട് നമുക്ക് കൗണ്ട് കൂട്ടോ കുറക്കോ എല്ലാത്തും നമുക്ക് ചെയ്യാം. എന്നിട്ട് ഓക്കെ അടിക്കാം. ഇങ്ങനെ നമുക്ക് കണക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ എഡ്ജസ് നമുക്ക് മോഡലിംഗിൽ എന്തായാലും നമ്മൾ എക്സ്ട്രാ എഡ്ജസ് എന്തായാലും ആഡ് ചെയ്യും. അപ്പൊ നമുക്കത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ക്രിയേറ്റ് ഷേപ്പ് ഫ്രം സെലക്ഷൻ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ സ്പ്ലൈൻ മോഡലിംഗിലോട്ടാണ് നമ്മൾ കുറച്ച് ഇത് ഞാൻ കവർ ചെയ്യുന്നത്. ഇപ്പോഴത്തേക്ക് ഞാൻ ഇത് അവോയ്ഡ് ചെയ്യാണ്. നമ്മൾ സ്പ്ലൈൻ മോഡലിംഗ് ചെയ്യുമ്പോഴേക്കും അതിൽ ഞാൻ ഇത് പറയാം എങ്ങനെയാണ് എന്താണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിൽ തന്നെ സെയിം ബാക്കിയെല്ലാം സെയിം ആണ് വർക്ക് ചെയ്യുന്നത്. കൺസ്ട്രെയിൻസ്, എഡ്ജ് ഫേസ്, പിന്നെ ക്രിയേറ്റ് കൊലാപ്സ്, ഇതെല്ലാം സെയിം ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു മാറ്റമില്ല. വെർട്ടെക്സിൽ എന്താ ചെയ്യുന്നത്, സെയിം ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഈ എഡ്ജ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഈ സാധനത്തിന് ഇപ്പോ കൺസ്ട്രെയിൻ നൺ ആക്കിയിട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിങ്ങനെ ബെൻഡ് ആവുന്നുണ്ട്. നമ്മളെ മോഡൽ ഒരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് എപ്പോഴും ഫ്ലാറ്റ് കളർ കാണണം. ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനത്തെ ഏരിയ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെ മെഷ് ഓവർലാപ്പ് ആവുന്നുണ്ട്. ഓവർലാപ്പ് ഒരിക്കലും ആവാൻ പാടില്ല മെഷ്. അപ്പൊ നമ്മള് എന്താ ചെയ്യാ, എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇത് എന്താണ് ഷേപ്പ് മാറുന്നുണ്ട്. എനിക്ക് ഷേപ്പ് മാറണ്ട, ജസ്റ്റ് ലൂപ്പ് മാത്രം തിരിയാൻ മതി. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എഡ്ജ് മോഡിലോട്ട് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ലൂപ്പ് തിരിയും. കണ്ടോ, അപ്പൊ ആ ഒരു ആക്സിസിൽ, ആ ഒരു ലോക്കൽ ആക്സിസിൽ അത് തിരിയും. നമ്മുടെ ഷേപ്പ് പോകത്തില്ല. എന്നിട്ട് വീണ്ടും നണ്ണാക്കിയാൽ സെറ്റ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു യൂസ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ നമുക്ക് ബോർഡർ നോക്കാം. ബോർഡറിലും വരുന്നതെല്ലാം സെയിം ആണ് ഫംഗ്ഷൻ. പക്ഷെ ഈ ഫംഗ്ഷൻസ് ഒന്നും അങ്ങനെ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ഹോൾ ഇല്ലെങ്കിൽ ബോർഡറിന്റെ ഒരു ഗുണമില്ല. ശരിക്കും പറഞ്ഞ ഒരു ഹോൾ ഉണ്ടെങ്കിൽ, ഹോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സാധനം വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു ഹോള് വന്നു, നിങ്ങൾ എന്തോ ഡിലീറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഹോള് വന്നു. അപ്പൊ ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ബോർഡർ മോഡിൽ ഹോള് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ക്യാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ അത് ഫില്ല് ആയിക്കൊള്ളും. അത് മാത്രമേ വ്യത്യാസം, ബാക്കി എല്ലാം സെയിം ആണ്. എന്താണ് നമ്മൾ ചെയ്യുന്ന സെയിം സംഭവം തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഞാനിപ്പോ കണക്ട് കൊടുത്തപ്പോ ഈ ഡയമണ്ട് ഷേപ്പ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ 4 എഡ്ജാണ് സെലക്ട് ചെയ്തത്. നമ്മൾ ഈ ലൂപ്പിൽ പോവുകയായിരുന്നെങ്കിൽ
നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ കണക്ട് ക്രിയേറ്റ് ആവും. ബാക്കി എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. അതുപോലെ തന്നെ പോളിഗണിലോട്ട് വരുമ്പോഴേക്കും ഇതിലാണ് നമുക്ക് പിന്നെയും കുറച്ചും കൂടെ എക്സ്പ്രസ്, അതായത് പുതിയൊരു ഫീച്ചേഴ്സ് പോലെ വരുന്നത്. ഇതിലും നമുക്ക് ആദ്യം കിടക്കുന്നത് ഔട്ട്ലൈൻ, പിന്നെ എക്സ്ട്രൂഡ്, ഇൻസെർട്ട് വെർട്ടെക്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ എക്സ്ട്രൂഡ് ആണ് നമ്മൾ പോളിഗൺ മോഡലിംഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്ട്രൂഡ് ഉപയോഗിക്കുന്നത് പോളിഗൺ മോഡിലാണ്. ഇപ്പോൾ എക്സ്ട്രൂഡ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത് ഒരു പുതിയൊരു ജോമെട്രി ആ ഒരു സെലക്ഷൻ ചെയ്ത ഫേസസിന് ക്രിയേറ്റ് ആവുക. അപ്പോൾ എന്നിട്ട് എനിക്ക് ഇതിന്റെ സബ് ഓപ്ഷൻസിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ആയിട്ടാണോ വേണ്ടത്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നോ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണോ ചെയ്യേണ്ടത് എക്സ്ട്രൂഡ് ആവേണ്ടത്, ഓർ ഇതിന്റെ ലോക്കൽ ആയിട്ടാണോ. ലോക്കൽ എന്ന് വെച്ചാൽ ഇതിന്റെ ആംഗിൾ, നമ്മളിപ്പോ ഈ ആംഗിൾ ആണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ ആ ആംഗിളിൽ തന്നെ അത് പോകും, അങ്ങനെയാണോ പോകേണ്ടത്. ഓർ ബൈ പോളിഗൺ എന്ന് അടിച്ചാൽ ഇത് സെപ്പറേറ്റ് ആണ് പോകേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ, ഇതിപ്പോ ഒരു പോളിഗൺ അല്ല സെലക്ട് ചെയ്തല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നത്. ഞാൻ അതിന്റെ പകരം ഈ 4 പോളിഗൺ എടുത്ത് എക്സ്ട്രൂഡ് അടിച്ചാൽ നമ്മളെ മോഡ് മാറുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ എക്സ്ട്രൂഡിന്റെ സംഭവങ്ങൾ മാറും. കണ്ടോ, ഇത് ബൈ പോളിഗൺ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ബൈ പോളിഗണിൽ വരുമ്പോഴേക്കും ഞാൻ എന്താ ചെയ്യുക, ഇത് നീക്കുമ്പോഴേക്ക് കണ്ടോ സെപ്പറേറ്റ് ഒബ്ജക്ട്സ് ആയിട്ടാണ് ഇത് എക്സ്ട്രൂഡ് ആയത് ബൈ പോളിഗൺ ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ ഞാനിത് ബൈ പോളിഗൺ അല്ലാണ്ട് ബൈ ലോക്കൽ ഗ്രൂപ്പ് ചെയ്താൽ എനിക്ക് ഇതിന്റെ കുറച്ച് ആംഗിൾ ഇത്തിരി അപ്പ് ആൻഡ് ഡൗൺ ആക്കാൻ പറ്റും. അല്ലാണ്ട് ഇതിന്റെ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നീക്കുമ്പോഴേക്കും ഇത് സെപ്പറേറ്റ് അല്ല, ഇത് ആ ഒബ്ജക്റ്റിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ബൈ പോളിഗൺ ചെയ്യുമ്പോൾ ഇത് സെപ്പറേറ്റ് പോളിഗൺസ് ആയിട്ടാണ് എക്സ്ട്രൂഡ് ആവുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഗ്രൂപ്പ് ആക്കി ചെയ്താൽ സെയിം തന്നെ, നമ്മളെ നോർമലിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തത് അതുപോലെ തന്നെ ഇത് ഫുൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഈ എക്സ്ട്രൂഡ് ഒന്നിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോളിഗൺ 22 നമുക്ക് പുതിയതായിട്ട് വന്നതാണ്. പോളിഗൺ എക്സ്ട്രൂഡ് ചെയ്യേണ്ട പോളിഗൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്താൽ മതി. നമ്മളെ മൗസ് പോയിന്റർ നമ്മളെ ഗിസ്മോലെ ആക്സിസ് നമുക്ക് നീക്കിയാൽ മതി, അപ്പൊ എക്സ്ട്രൂഡ് ആയിക്കോളും. നമുക്ക് ഇവിടെ വന്ന് എക്സ്ട്രൂഡ് ടൂള് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് ഇൻസെറ്റ്, പിന്നെ വരുന്നത് ബിവൽ. ബിവൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ എക്സ്ട്രൂഡും ചെയ്യും. ബിവൽ ചെയ്യേണ്ട മുമ്പ് ഞാനൊന്ന് ഇൻസെറ്റ് പറഞ്ഞു. അപ്പൊ ബിവൽ ആകുമ്പോൾ എന്നിട്ട് ബിവൽ വരുമ്പോഴേക്കും കുറച്ചുകൂടി സിമ്പിൾ ആവും. ഇൻസെറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മളെ ഉള്ളിലോട്ട് നമുക്ക് എക്സ്ട്രാ പോളിഗൺസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ഇതും ഇൻസെറ്റും എക്സ്ട്രൂഡും വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു വട്ടം ഇൻസെറ്റ് ചെയ്യും, പിന്നെ ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യും, പിന്നെ ഞാൻ ഒരു വട്ടം കൂടി ഇൻസെറ്റ് ചെയ്യും, പിന്നെ ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ പ്ലെയിനിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ജോമെട്രി കൊണ്ടുവരാൻ പറ്റും ഇൻസെറ്റ് ആൻഡ് എക്സ്ട്രൂഡ് ഉപയോഗിച്ചിട്ട് മാത്രം. കൂടുതലും മോഡലിംഗ് നമ്മൾ ഇൻസെറ്റും എക്സ്ട്രൂഡും മാത്രം തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ബിവൽ. ബിവൽ ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആംഗിൾ വരെ മാറ്റാൻ പറ്റും. അതായത് നമുക്ക് എക്സ്ട്രൂഡ് സെറ്റ് ചെയ്യാം, എത്ര ഡിസ്റ്റൻസ് വേണ്ട പോകേണ്ട, അല്ലാണ്ട് ഇതിന്റെ ആംഗിൾ നമുക്ക് മാറ്റാൻ പറ്റും. സാധാരണ എക്സ്ട്രൂഡിൽ നമുക്ക് ഇത് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ബിവലിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഞാനിപ്പോ ഇതിൽ ബൈ ലോക്കൽ ഗ്രൂപ്പ് അടിച്ചാൽ ഞാനിപ്പോ ബിവൽ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് സെപ്പറേറ്റ് പോളിഗൺ അല്ലേ, ബൈ പോളിഗൺ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് പോളിഗൺസിനെ ബിവൽ ചെയ്യുക. അപ്പൊ എനിക്ക് ഇങ്ങനെ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ബിവൽ ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് എക്സ്ട്രൂഡ് ചെയ്തിട്ട് എന്താണ് ബൈ പോളിഗൺ എക്സ്ട്രൂഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ബൈ പോളിഗൺ എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ എടുത്താലേ പറ്റത്തില്ല. അല്ലാണ്ട് നമുക്ക് ഹോൾ ആയിട്ട് ഒരു എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ, ഐ മീൻ ഓവറോൾ ഒരു ഷേപ്പ് ആയിട്ട് എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നോർമലി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ബൈ പോളിഗൺ ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു, എന്നിട്ട് ഞാൻ മാനുവലി സ്കെയിൽ ചെയ്യണം. അപ്പൊ നമുക്ക് ആ എഫക്ട് സെയിം എഫക്ട്. പക്ഷെ ഇത് ബിവൽ ആകുമ്പോഴേക്ക് നമുക്ക് എക്സ്ട്രാ സ്റ്റെപ്പിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിന്റെ വാല്യൂസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത്. സോ അതൊരു നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ബ്രിഡ്ജും അതുപോലെ തന്നെ ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ ഒന്നിക്കല് ഈ രണ്ട്
അപ്പൊ ഞാൻ ഈ 2 ഫേസ് എനിക്ക് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ 2 ഫേസ് സെലക്ട് ചെയ്തു, ബ്രിഡ്ജ് ക്ലിക്ക് ചെയ്താൽ ഇത് സെറ്റ് ആവും. അപ്പൊ ഇങ്ങനെയാണ് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് എഡ്ജ് മോഡിൽ ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്തിട്ട് ഇതിന്റെ ബ്രിഡ്ജ് സെലക്ട് ചെയ്തിട്ട് ബ്രിഡ്ജ് കൊടുക്കും. പക്ഷെ ഈ ബ്രിഡ്ജ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ ഭാഗം കവേർഡ് ആയതുകൊണ്ട് ഇത് ഓവർലാപ്പ് ആവും. ഞാനിപ്പോ ഇതിൽ ബ്രിഡ്ജ് കൊടുത്താൽ ഞാൻ പോളിഗൺ എടുത്ത് നീക്കിയാൽ കണ്ടോ, അത് അവിടെ ബ്ലെൻഡ് ആയിട്ടില്ല, കാരണം അവിടെ ഓൾറെഡി ക്ലോസ്ഡ് സർഫേസ് ആണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യും. പിന്നെ ലാസ്റ്റ് വരുന്നത് എലിമെന്റ്. എലിമെന്റ് എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ഇത് നേരത്തെ ഞാനിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തില്ലേ, അപ്പൊ ക്ലോൺ ടു എലിമെന്റ് ചെയ്തില്ലേ, അപ്പൊ അങ്ങനെ ചെയ്തിട്ട് എനിക്കിപ്പോ ഇത് എനിക്ക് ഇതിൽ എഡിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കൺട്രോൾ അടിച്ചാൽ ഫുൾ സെലക്ട് ആവും. അല്ലെങ്കിൽ പോളിഗൺ മോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ആ ഒരു ഒബ്ജക്റ്റ് മാത്രം ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്ക് എലിമെന്റ് മോഡിൽ സെലക്ട് ചെയ്യാം, ഒന്നായിട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ ഈ എലിമെന്റ് മോഡ് കൂടുതലും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, ഞാനിപ്പോ പോളിഗൺ മോഡിൽ ഈ പോളിഗൺ ഡിറ്റാച്ച് ചെയ്യാണ്. ഈ പോളിഗൺ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ അവർ വീണ്ടും ചോദിക്കും, ഡു യു വാണ്ട് ടു ഡിറ്റാച്ച് ആസ് എലിമെന്റ് ഓർ ഡിറ്റാച്ച് ആസ് ക്ലോൺ. ഡിറ്റാച്ച് ആസ് ക്ലോൺ കൊടുത്താൽ എന്താന്ന് വെച്ചാൽ ഈ ഷേപ്പ് അവിടെ കിടക്കും, അല്ലാണ്ട് പുതിയ ഒരു പ്ലെയിൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഞാൻ ഡിറ്റാച്ച് ആസ് ക്ലോൺ കൊടുക്കുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആ പ്ലെയിൻ അവിടെ തന്നെ ഉണ്ട്, അല്ലാണ്ട് ഒരു ക്ലോൺ അവിടെ ക്രിയേറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ ആ സെലക്ഷൻ ചെയ്തതിന്റെ. പിന്നെ ഇതിന്റെ പിവറ്റ് ഇവിടെ കിടക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിന്റെ പിവറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലോൺ ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ പിവറ്റ് എവിടെയാണ് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലോണിന്റെ പിവറ്റും കിടക്കുന്നത്. അത് പിന്നെ നമ്മൾ മാനുവലി ഇതിനെ സെന്റർ ആക്കണം. സെന്റർ ആക്കുന്നത് നമ്മുടെ ഹൈറാർക്കിയിൽ പോയിട്ട് എഫക്ട് പിവറ്റ് സെന്റർ ടു ഒബ്ജക്റ്റ് കൊടുക്കും. അപ്പൊ നമുക്ക് ഇത് സെന്റർ ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് ഞാൻ ഇതിൽ ഇനി സെലക്ട് ചെയ്തിട്ട് ഡിറ്റാച്ച് എലിമെന്റ് കൊടുക്കുമ്പോഴേക്കും, ക്ലോൺ അല്ലാണ്ട് ഡിറ്റാച്ച് എലിമെന്റ് കൊടുക്കുമ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് മാറുക. അപ്പൊ നമുക്കിത് എന്താണ്, ഒരു ഒബ്ജക്റ്റിൽ തന്നെ നമുക്ക് 2 ടെക്സ്ചർ, ഇവിടെ ബ്ലാക്കും ഇവിടെ ഗോൾഡ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ ടെക്സ്ചർ അടിക്കുമ്പോൾ നമുക്ക് എലിമെന്റ് സെലക്ട് ചെയ്ത് ടെക്സ്ചർ അപ്ലൈ ചെയ്യാൻ പറ്റും മാനുവലി. നമുക്ക് കുത്തിയിരുന്ന് പോളിഗൺസ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിന് വേണ്ടിയിട്ട് ഈ എലിമെന്റ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എലിമെന്റ് മോഡ് അതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പോളിഗൺ മോഡലിംഗിൽ സബ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ്. അപ്പൊ ഞാൻ ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ സ്പ്ലൈൻ മോഡലിംഗ് പഠിക്കാം. അതായത് സ്പ്ലൈൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മോഡൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് പഠിക്കാം. അതല്ലാണ്ട് ഞാൻ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും, ഫുള്ളായിട്ട് ഒരു മോഡൽ, ഒരു ചാപ്റ്റർ ആയിട്ട് ഞാനത് ഒരു ഫുൾ മോഡൽ സ്റ്റാർട്ടിങ് ടു ഫിനിഷ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇതിന്റെ ക്രിയേഷൻ പ്രോസസ്സ് നടക്കുന്നത് അതും കൂടി ഞാൻ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഈ ട്യൂട്ടോറിയൽ ഇനി 2 എപ്പിസോഡും കൂടിയേ കാണും. അത് കഴിഞ്ഞിട്ട് ഉണ്ടാവും, ഈ ട്യൂട്ടോറിയൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയാ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ് വെച്ചിട്ട് നമുക്ക് ഇനി ഫർദർ എന്തെങ്കിലും വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളത് കമന്റ്സിൽ പറയാം. അതനുസരിച്ച് നമ്മൾ പുതിയ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, സോ ക്യുമേട്രോൺ അക്കാഡമിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെൽ ഐക്കോൺ അമർത്തുക. സോ താങ്ക് യു ഗൈസ് for watching. See you guys in the next video.